Good evening. Good evening, ma'am. Good evening. Good evening. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Maybe a കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുവാണോ? ഇപ്പൊ കഴിഞ്ഞുണ്ടായിരുന്നുള്ളൂ. ഇച്ചിരി പണി ഉണ്ടായിരുന്നു. പറമ്പിലേക്ക് ഫുഡ് കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. മാം പ്രയർ സ്റ്റാർട്ട് ചെയ്യട്ടെ? Yes, please. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ ദയ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി തൊഴും ശക്തിയും നീയല്ലോ. നല്ല ചിന്തയായി എൻ്റെ മനസ്സിലും, നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചെയ്തിയായി എൻ്റെ കരത്തിലും, നന്മയാം നീ കടന്നിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ, എൻ്റെ പാദമിടരാതിരിക്കുവാൻ എന്നും എന്നിൽ ദയ ചൊരിയണമേ. താങ്ക് യു. മാം സൈനിങ് ഞാനാണ്, പാട്ട് പാടാനായിട്ടാണ്. Yes, please. ചെല്ലക്കുറിഞ്ഞി പോത്തു ഇല്ലിക്കാടും പൂവിട്ടു, ആയിരം വർണ്ണജാലം ആടിപ്പാടും വേളയിൽ, ആരോ പാടും താരാട്ടിനീണം ഏറ്റുപാടും സ്നേഹദേവദൂതികേ വരൂ, നീ വരൂ. ആടിവാ കാറ്റേ പാടിവാ കാറ്റേ, ആയിരം പൂക്കൾ നുള്ളിവാ, അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടും മന്ദാരപ്പൂക്കൾ നുള്ളിവാ, കാണാ തിരുമുറിവുകളിൽ തൂകും കുളിരമൃത, തിരുമുറിവുകളിൽ തൂകും കുളിരമൃത, കരളിൽ നിറയൂ കരളവുമായി പൂങ്കാറ്റേ ലാലാ. ആടിവാ കാറ്റേ പാടിവാ കാറ്റേ, ആയിരം പൂക്കൾ നുള്ളിവാ, ലാലാ. താങ്ക് യു. Wow, lovely. നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു. ക്ലാസ്സിൽ കയറാറുണ്ടോ? ക്ലാസ്സിൽ കയറാറുണ്ടോ? മാം ഞാൻ ഇപ്പൊ കുറച്ചായിട്ട് ക്ലാസ്സിൽ കയറാറുണ്ട്. ഓഫീസിലാണ്, നേവൽ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. കുറെ നാളായി ശാരിമോളുടെ പാട്ട് കേട്ടിട്ട്. നന്നായിട്ട് പാടുന്ന ആൾക്കാരുണ്ട്. എനിക്ക് കേൾക്കുമ്പോ എനിക്ക് എല്ലാത്തിലും പറയണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഓഫീസിൽ ഇരുന്നിട്ട് പെർമിഷൻ എടുത്തിട്ടാണ്. ഞാൻ സർവീസുകാരുടെ സെക്ഷനാണ് എന്റെ, ഹിന്ദിക്കാരുടെ. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഒരു പോർഷനിൽ ആ ഒരു 1:30 to 2:30 വരെ കറക്റ്റ് ഇരിക്കാൻ പറ്റില്ല, 2:15 വരെയൊക്കെ ഇരിക്കുള്ളൂ. എന്നാലും ക്ലാസ് കാണാറുണ്ട്. ഒന്നും മിണ്ടാൻ പറ്റില്ല അവിടെ ഇരുന്ന്. Okay, very good. Very, very good. Thought of the day parayate ma'am. Yes, please. Education is the most powerful weapon which you can use to change the world. Nelson Mandela. Thank you. ഓക്കെ, ഇനി എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടോ റിഗാർഡിങ് എനിത്തിങ്? മാഗസീനെ കുറിച്ച് കുറെ ഡൗട്ട് ഉണ്ട്, പ്രാക്ടിക്കൽ സെഷനെ കുറിച്ച് കുറെ ഡൗട്ട് ഉണ്ട്, പ്രാക്ടിക്കൽ അപ്പാരറ്റസ് റെക്കോർഡിനെ കുറിച്ച് കുറെ ഡൗട്ട് ഉണ്ട്, അതിന് ഒട്ടിക്കേണ്ട പിക്ചറിനെ കുറിച്ച് ഡൗട്ട് ഉണ്ട്. റൈറ്റ്, ശരിയല്ലേ? സർവേയെ കുറിച്ച് ഡൗട്ട് ഉണ്ട്. എന്താണ്?
ഇപ്പൊ എല്ലാം കഴിഞ്ഞു. പ്രാക്ടിക്കൽ എന്നാണെന്നുള്ളത് ഡിസൈഡ്. എന്തായാലും സാറ്റർഡേ ആയിരിക്കും. കേട്ടില്ല ഗോപിക പറയാൻ ഞാൻ അങ്ങ് പറഞ്ഞു. പറഞ്ഞോ. ഒരു സർവേ പറഞ്ഞിട്ടില്ല മിസ് നമുക്ക് ചെയ്യാനായിട്ട്, പ്രോജക്റ്റ് ചെയ്യാനായിട്ട്? പ്രോജക്റ്റ് പേപ്പറിലാണോ അത് ചെയ്യണ്ടേ? നമ്മൾ പ്രോജക്റ്റ് പേപ്പറിൽ ചെയ്തിട്ട് ഞാൻ സർവേയുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. മാം ആ സർവേയുടെ കാര്യം ഒന്നും കൂടെ പറയോ മാം, ഒന്ന് ക്ലിയർ ആയിട്ട് എങ്ങനെയാണ്? പറയാം. അപ്പൊ ആദ്യം സർവേയുടെ ക്ലാരിറ്റി അത് വരുത്താം. ഇപ്പൊ 13 ബാച്ചുകാര് മെയിൻ എക്സാം എഴുതിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇന്ന് അവരുടെ ഫസ്റ്റ് പേപ്പറാ 7 to 8. അപ്പോ 13, 14, 15. ഓക്കെ, പേടിക്കൊന്നും വേണ്ട. അവരിങ്ങനെ ആദ്യം കൺഫ്യൂഷൻസ് ഒന്നും വന്നൊന്നുമില്ല. പിന്നെ ഒരു കുട്ടി ഒരു കൺഫ്യൂഷൻ അല്ല, അതിന് അതിന്റെ ഒരു ഇന്നസെൻസ് കൊണ്ടാട്ടോ. 7 കാലമായപ്പോ ആള് എക്സാം എഴുതി കഴിയുമ്പോ പണ്ട് സ്കൂളിലൊരു ശീലം ഉണ്ടല്ലോ, പരീക്ഷ കഴിയണ്ടേ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യണത്. ഞാൻ ആ പ്രദേശത്തേ നിൽക്കില്ല, ഞാൻ അവിടുത്തെ പോകും. കഴിഞ്ഞു പോയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. അടുത്ത എക്സാമിനെ കുറിച്ച് ചിന്തിച്ചാൽ മതിയല്ലോ. ഒരു ഗ്രൂപ്പിൽ എങ്ങാണ്ട് ഡിസ്കഷൻ ആൻസർ. അപ്പൊ ഈ കുട്ടിയുടെ 3 എണ്ണം തെറ്റിപ്പോയോ എന്ന് സംശയം. അപ്പൊ 3 എണ്ണത്തിന്റെ ആൻസർ പറയാമോ എന്നോട് ചോദിച്ചു. 8 മണിക്ക് ശേഷം ഞാൻ പറയുള്ളൂ എന്ന് പറഞ്ഞു. എക്സാം നടക്കുവാണല്ലോ, അപ്പൊ അതിനിടയ്ക്ക് നമുക്ക് ആൻസർ പറയാൻ പറ്റില്ല. 8 മണിക്ക് ശേഷം ഞാൻ പറയാം, ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. സർവേ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനെയർ തന്നിട്ടുണ്ട് അല്ലെ? ക്വസ്റ്റ്യനെയറിന്റെ ആ പേജ് 35 32 എത്രയോ ഒരു ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് പ്രിന്റ് എടുത്തിട്ട് നിങ്ങൾ ഏത് പാരന്റ്സിനെയാണോ മീറ്റ് ചെയ്യുന്നത് അവർക്ക് കൊടുക്കുക. എന്നിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പൊ അതിനകത്ത് അവർക്ക് ടിക്ക് ചെയ്താൽ മതി, വേറൊന്നും അവർക്ക് ചെയ്യാനില്ല. ഇനി അങ്ങനെ പ്രിന്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ തന്നെ പേപ്പറിൽ അത് വരച്ച് ഇങ്ങനെ കോളം ഒക്കെ ആക്കി വരച്ച് ക്വസ്റ്റ്യൻ ഒക്കെ എഴുതി കൊണ്ടുപോയാലും മതി. കുറച്ചധികം പണി എടുക്കേണ്ടി വരുന്നേ ഉള്ളൂ. ഇനി അതിന്റെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ ചെയ്തത് പേപ്പറിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് പേപ്പർ വെക്കണം. ബുക്സിൽ ചെയ്തവരുണ്ട്, ആ മറ്റേ ഷീറ്റ് ഇടയ്ക്ക് പിൻ ചെയ്ത് വെച്ചു എന്ന് മാത്രം. ഡേറ്റ കളക്ഷന്റെ ഭാഗത്ത് നിങ്ങൾക്ക് അത് പേപ്പറിൽ എഴുതി ഒരു ഫയൽ പോലെ കീപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ബുക്കിൽ എഴുതി വെക്കാം. ഏതായാലും കുഴപ്പമില്ല. ബുക്കിൽ എഴുതുമ്പോൾ കറക്റ്റ് ഫ്രണ്ട് ഷീറ്റും ബുക്ക് മാർക്കും ഒക്കെ വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ അങ്ങനെ ചെയ്യാം. സർവേയിൽ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എഴുതേണ്ട എങ്ങനെയാന്നുള്ള ഡൗട്ട് കാര്യങ്ങളല്ലേ ഉള്ളൂ. ഫസ്റ്റ് നമ്മളൊരു പ്രോജക്ട് റിപ്പോർട്ട് നമ്മളെ എങ്ങനത്തെ ആൾക്കാരെയാണ് ഡാറ്റാസ് കളക്ട് ചെയ്യണ്ടേ? കുട്ടികളെ ഏത് ഏജ് അങ്ങനെ? ശരിക്കും നമ്മളുടെ സർവേയില് പ്രീ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ എന്നാണ്. പക്ഷെ നിങ്ങൾക്ക് അഡോളസന്റ് ഗ്രൂപ്പിനെയും അപ്രോച്ച് ചെയ്യാം. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ അനുഭവിക്കുന്നത്. കാരണം അവരുടെ ചൈൽഡ്ഹുഡ് ശരിയല്ലാത്തതിന്റെ റിഫ്ലക്ഷൻസ് ഒക്കെ ആയിരിക്കും അഡോളസന്റ് ഗ്രൂപ്പിൽ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് സ്കൂളിൽ പഠിക്കുന്ന ഏത് കുട്ടികളുടെ പാരന്റ്സിന്റെ അടുത്ത് നിന്നും ഡേറ്റ കളക്ട് ചെയ്യാം. കോളേജ് ലെവലിലേക്കൊന്നും പോകണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഡിഫറെന്റ് സോഷ്യൽ ലെവൽസിൽ ജീവിക്കുന്നവര്, അതായത് നമുക്കറിയാം ഒരു ആവറേജ് ഫാമിലി, എബോ ആവറേജ്, ബിലോ ആവറേജ്, പിന്നെ അതുപോലെ തന്നെ പാരന്റ്സ് ഇല്ലാത്ത കുട്ടികള്, പാരന്റ്സ് സ്ഥലത്തില്ലാത്ത കുട്ടികള്, അമ്മ ജോലിക്ക് പോകുന്ന കുട്ടികൾ, അമ്മ ജോലിക്ക് പോകാത്ത കുട്ടികൾ, അങ്ങനെയൊക്കെ നമുക്ക് പല കുട്ടികളെ നോക്കുന്നത് വേറെ പലരായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ എടുക്കാം. പിന്നെ ഫോറിൻ കൺട്രീസിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെയും എടുക്കുക. കാരണം അവിടുത്തെ ഒരു രീതി വേറെ ആയിരിക്കുമല്ലോ. അങ്ങനെ നമുക്ക് കളക്ട് ചെയ്യാം. നമുക്ക് കുറച്ചുകൂടെ സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റും. ഒരേ രീതിയിലുള്ള ഫാമിലിയുടെ എടുക്കുന്നതിലും നല്ലത് ഡിഫറെന്റ് ഫാമിലീസിനെ കളക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ മിസ്. സർവേ ഇത്രയേ ഉള്ളൂ. എല്ലാം ഇങ്ങനെ ഓരോ ദിവസമായിട്ട് കുറേശ്ശെ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ലാസ്റ്റ് മൊമെന്റ് ആവുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തന്നെ വരും. ഓക്കെ, ഫൈൻ. പിന്നെ ഇനി എന്താ? സർവേയുടെ കൺഫ്യൂഷൻസ് മാറിയെന്ന് വിചാരിക്കുന്നു. ഇനി എന്താ ഉള്ളത്? നമ്മുടെ പ്രാക്ടിക്കൽ എന്താന്നുള്ളത് നമ്മൾ സാറ്റർഡേസിലാണ് പ്രാക്ടിക്കൽസും കോൺവെക്കേഷൻ സെറമണിയും വരുള്ളൂ. അപ്പൊ നമ്മൾ ഇതില് കോൺവെക്കേഷൻ സെറമണിക്കാണ് മീൻസ് അതിനുള്ള ഡേറ്റ് ആണ് ഫസ്റ്റ് കൺഫേം ചെയ്യാറ്. കാരണം എന്താന്ന് വെച്ചാല് അത് കുറെ കുട്ടികളുടെ ഒരു ആഗ്രഹം അങ്ങനെയൊക്കെയാണല്ലോ. പ്രാക്ടിക്കലും നമ്മൾ അതുപോലെ തന്നെ ചെയ്യുക. 2 ബാച്ചിന് പ്രാക്ടിക്കല് കോൺവെക്കേഷൻ നടന്ന അതേ സാറ്റർഡേസ് വന്നപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു 2 ഒരേ ദിവസം. കാരണം ഒരു സ്ഥലത്ത് കോൺവെക്കേഷൻ നടക്കുമ്പോൾ നമ്മളുടെ സ്പേസ് അങ്ങ് ലിമിറ്റഡ് ആയി പോകും. നമുക്ക് ചെയ്യാനായിട്ടുള്ള സ്പേസ് ലിമിറ്റഡ് ആവും. കുട്ടികളുടെ നമ്പർ കൂടുതലാണെങ്കിൽ ആ ഒരു സ്പേസിൽ പറ്റില്ല. അപ്പൊ അതുകൊണ്ട്
കോൺവെക്കേഷൻ ഇല്ലാത്ത സാറ്റർഡേസും അതിന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ 28 മാർച്ച് 28 നമുക്ക് അവിടെ ഒരു കോഴ്സിന്റെ HAയുടെയും HRMന്റെ ഒക്കെ ആണെന്ന് തോന്നുന്നു കോൺവെക്കേഷൻ സെറിമണി നടക്കുന്നുണ്ട്. അപ്പൊ ഈ മാസം എന്തായാലും പ്രാക്ടിക്കൽ സെഷൻ ഉണ്ടാകില്ല. അത് മാത്രമല്ല, നമ്മൾ നേരിട്ട് വന്ന് പ്രാക്ടിക്കൽ സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പ്രാക്ടിക്കൽ സെഷൻ തരണം. അതിനുശേഷമേ നമുക്ക് നേരിട്ട് വന്നുള്ള പ്രാക്ടിക്കൽ സെഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ മോസ്റ്റ് പ്രോബബ്ലി മിക്കവാറും ഈസ്റ്റർ ഒക്കെ എന്നാ വരുന്നേ? ഏത് വീക്കിലാ വരുന്നേ? ഏപ്രിൽ ഫസ്റ്റ് വീക്ക്, 5-ാം തീയതി, ഏപ്രിൽ 5. ഓക്കെ. അപ്പൊ എന്തായാലും അത് കഴിഞ്ഞിട്ടേ കാണുള്ളൂ. കാരണം നെക്സ്റ്റ് വീക്ക് തുടങ്ങി നിങ്ങൾക്ക് ഡെമോ ക്ലാസ് കൊടുക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ആഴ്ച തുടങ്ങി ടീച്ചേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട് ഡെമോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡെമോ ക്ലാസ് അവർ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഡെമോ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ആരുടെയെങ്കിലും ഒരു പേഴ്സണൽ നമ്പറിലേക്ക് കുറച്ച് ഡീറ്റെയിൽസ് അയച്ചു തന്നേക്കാം. അത് നിങ്ങളുടെ ക്ലാസ് റൂമിലോ ഒന്ന് സർക്കുലേറ്റ് ചെയ്തേക്കണം. കൂടാതെ ക്ലാസ് റൂമിന്റെ മറ്റേ ഒഫീഷ്യൽ ഗ്രൂപ്പിലും നിങ്ങളുടെ ആ പ്ലാറ്റ്ഫോമിലും അയക്കാനായിട്ട് ഞാൻ കൊടുത്തേക്കാം. കാരണം പ്രാക്ടിക്കൽ ക്ലാസ് തുടങ്ങുമ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് മനസ്സിലാക്കാനാണ്. അതായത് നമ്മൾ ശരിക്കും പ്രാക്ടിക്കൽ ക്ലാസിന്റെ സെഷനെ 5 ഏരിയ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ 4 ഏരിയയിലാണ് നമ്മൾ പ്രാക്ടിക്കൽസ് ചെയ്യുന്നത്. നിങ്ങൾ ചോദിക്കും 5ാമത്തെ ഏരിയ എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? 5ാമത്തെ ഏരിയ എന്ന് പറയുന്നത് സയൻസ്, ജോഗ്രഫി ആൻഡ് അതർ കൾച്ചറൽ ഏരിയ ആണ്. അതില് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, പിന്നെ മാപ്പ്, ഗ്ലോബ്, അങ്ങനെയുള്ള അറ്റ്ലസ്, അങ്ങനെയുള്ള എന്താ പറയാ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ നമുക്ക് പ്രാക്ടിക്കൽ ഒന്നും ചെയ്യാനില്ല. അതൊരു മോണ്ടിസോറി സ്കൂളില് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഗ്ലോബ്, മാപ്പ്, അറ്റ്ലസ്, പിന്നെ പലതിന്റെ മോഡൽസ്, സോളാർ സിസ്റ്റത്തിന്റെ മോഡൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ സയൻസ്, ജോഗ്രഫി, പിന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. അവിടെ നമുക്ക് പ്രാക്ടിക്കൽ ചെയ്യാനില്ലാത്തതുകൊണ്ടാണ് 4 ഏരിയയിലുള്ള മെറ്റീരിയൽസ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 25 അത്രയൊക്കെ മെറ്റീരിയൽസ് ഉണ്ട്. എല്ലാം ഒറിജിനൽ മെറ്റീരിയൽസ് ആണ്. ഡോക്ടർ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസ് തന്നെയാണ്. നേരിട്ട് വന്ന് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. വരാൻ പറ്റാത്തവർ വിഷമിക്കേണ്ട. ഓൺലൈനായിട്ട് നമ്മൾ ഡെമോ ക്ലാസ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ നേരിട്ട് വരുന്നവര് അതിന്റെ നല്ല ക്ലിയർ ആയിട്ടുള്ള വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ ഒരു ക്ലാരിറ്റി കിട്ടും. പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഡെമോ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 5ാമത്തെ റെക്കോർഡ് കംപ്ലീറ്റ് ആക്കുവാണെങ്കിൽ നന്നായിരിക്കും. കാരണം ഒരു 1 ടൈം റീഡിങ് നമ്മൾ റെക്കോർഡിലേക്ക് എഴുതുമ്പോൾ ആ റെക്കോർഡ് നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്യുക. എഴുതിയതിനു ശേഷം മാത്രം ആ തന്നിരിക്കുന്ന പിക്ചേഴ്സ് നോക്കുക. എഴുതിയ ടോപ്പിക്കും ആ പിക്ചേഴ്സുമായിട്ട് നോക്കിയിട്ട് പ്രിന്റ് എടുത്തോ ഒട്ടിക്കോ എല്ലാം ചെയ്യാം. ചിലതിന്റെ ഒന്നും പിക്ചേഴ്സ് കാണില്ലായിരിക്കും. അതൊരു പക്ഷെ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും ഡൗൺലോഡ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുക. ആദ്യം പിക്ചേഴ്സ് ശ്രദ്ധിക്കാൻ പോകണ്ട, ഫസ്റ്റ് എഴുതുക. എഴുതി വരുമ്പോൾ മനസ്സിലാകും നിങ്ങൾ എഴുതുന്നത് ഈ 5 ഏരിയയെ കുറിച്ചാണ്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് എഴുതണോന്നൊക്കെ ആരൊക്കെയോ ചോദിച്ചു. നമുക്ക് 5 ഏരിയ ഉണ്ടെന്ന് പറഞ്ഞു. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ 1ാമത്തെ ഏരിയ ആണെങ്കിൽ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയുടെ കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതാം. അത് കഴിഞ്ഞ് 2ാമത് സെൻസോറിയൽ ഏരിയ ആണെങ്കിൽ അതൊരു ഫ്രഷ് പേജിൽ സ്റ്റാർട്ട് ചെയ്യാം. സെൻസോറിയൽ ഏരിയയിൽ കുറെ മെറ്റീരിയൽസ് ഉണ്ടാകും, അത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതാം. പിന്നെ 3ാമത്തെ ഏരിയ വരുന്നത് ലാംഗ്വേജ് ഏരിയ ആണെങ്കിൽ അതൊരു ഫ്രഷ് പേജിൽ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ എഴുതി പോവുക. തുടക്കത്തിൽ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്, വായിച്ചു നോക്കിയിട്ടുള്ളവർ മനസ്സിലാകും, അല്ലെങ്കിൽ എഴുതാൻ തുടങ്ങിയവർക്ക് മനസ്സിലായിട്ടുണ്ടാകും ഡോക്ടർ മോണ്ടിസോറിയെ കുറിച്ചും അതിന്റെ കാര്യങ്ങളും. ഇനി ഇതിന്റെ ഒപ്പം വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ പറയാം. AMI എന്നും MMI എന്നും ഉണ്ട്. നിങ്ങൾക്ക് ഫസ്റ്റ് യൂണിറ്റ്, സെക്കൻഡ് യൂണിറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ AMI എന്താന്ന് കേട്ടിട്ടുണ്ടാകും. അസോസിയേഷൻ മോണ്ടിസോറി ഇന്റർനാഷണൽ. ഡോക്ടർ മോണ്ടിസോറി എസ്റ്റാബ്ലിഷ് ചെയ്ത ഒന്നാണ്. മോണ്ടിസോറി എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും മിസ് കണ്ടിന്യൂസ് ആയി എഴുതിപ്പോയല്ലോ, സാരില്ല, അതിനെ കുറിച്ച് ഒന്ന് ബോധറിയണ്ട. ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്താൽ മതി. ഹെഡിങ് ഒന്ന് ഹൈലൈറ്റ് ചെയ്താൽ മതി. കളർ ചെയ്യൂ, അണ്ടർലൈൻ ചെയ്തൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. നമുക്ക് മനസ്സിലാക്കാൻ നമ്മളുടെ റെക്കോർഡാണ്, നമ്മൾ വേറെ ആർക്കും കൊടുക്കാൻ പോകുന്നില്ല. ഞാൻ എഴുതി തുടങ്ങിയില്ലെങ്കിലുള്ള കാര്യം പറയും. കളർ പെൻസിൽ സ്കെച്ച് യൂസ് ചെയ്യാൻ പറ്റുമോ? കളർ പെൻസിലും സ്കെച്ചും യൂസ് ചെയ്യാം. സ്കെച്ച് യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ബാക്ക് സൈഡിലേക്ക് കളർ സ്മഡാവാനുള്ള. അപ്പോ അങ്ങനെ ആവുമ്പോൾ സ്കെച്ച് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷെ എന്തോ ക്വാളിറ്റി ഉള്ള സ്കെച്ച് ഇറങ്ങിയിട്ടുണ്ടെന്ന് ഏതോ കുട്ടികൾ പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല. അതങ്ങനെ ആകില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഗ്ലിറ്റർ പെൻസ് മാത്രമേ യൂസ് ചെയ്തുള്ളൂ. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്ലിറ്റർ പെൻ ഉപയോഗിക്കാലോ.
ഗ്ലിറ്റർ പെൻ യൂസ് ചെയ്യാം. ഞാൻ ഗ്ലിറ്റർ പെന്നായിരുന്നു ഞാൻ യൂസ് ചെയ്തത്. വലിയ ഡെക്കറേഷൻ ഞാൻ ചെയ്തില്ല. നിങ്ങൾക്ക് ഭംഗിയാക്കാം കൂടുതൽ. യെസ് രമ്യ പ്ലീസ്. മിസ്സേ അതിലൊരു ഡൗട്ട് ഉണ്ട്. മറ്റേ ഈ ബീഡ് സ്ട്രിങ് എന്ന് പറയുന്ന സംഭവത്തിന്റെ പിക്ചർ ഉണ്ടായിരുന്നു. അത് നമ്മൾ എവിടെയാ ഒട്ടിക്കേണ്ടത്? പക്ഷെ എഴുതിയതിലൊന്നും ബീഡ് സ്ട്രിങ്ങിന്റെ പോയിന്റ് ആയിട്ട് അങ്ങനെ എഴുതിയിട്ടില്ല. ബീഡ്സ് പിരമിഡ്, ബീഡ്സ് ഫ്രെയിം അങ്ങനെയൊക്കെയാണ് നമ്മൾ എഴുതിയത്. ബീഡ് സ്റ്റെയേഴ്സ് ഉണ്ട് മിസ്. ബീഡ് സ്റ്റെയേഴ്സ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എഴുതിയത്. അപ്പം പിക്ചർ വന്നേക്കുന്ന ബീഡ് സ്ട്രിങ് എന്ന് പറഞ്ഞാണ് വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ അത് ബീഡ് യൂണിറ്റ്സ് എന്നോ അങ്ങനെ വല്ലതും ഉണ്ടോ? യൂണിറ്റ്സ് ആയിട്ട് അങ്ങനെ ഇല്ല. ബീഡ്സിന്റെ തന്നെ ഫ്രെയിം, സ്റ്റെയർ അങ്ങനെയാണ് തന്നേക്കുന്നത്. ഓക്കെ. അപ്പൊ ബീഡ്സിന് നിങ്ങൾ എഴുതുന്ന ഭാഗത്തില്ലേ ബീഡ് സ്റ്റെയർ എഴുതുന്നില്ലേ? സ്റ്റെയറിന്റെ സൈഡിലായിട്ട് ബീഡ് സ്ട്രിങ്ങിന്റെ പിക്ചർ ഒട്ടിച്ചോളൂ. കാരണം ഈ നമ്മൾ ബീഡ് സ്ട്രിങ് ലൂസ് ആയിട്ടാണ് അതിനെ നമ്മൾ സ്റ്റെയറിൽ വെച്ച് അത് സ്റ്റെയർ ആക്കുക 1 തുടങ്ങി 10 വരെ. ഈ സ്ട്രിങ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റെയർ ഉണ്ടാക്കുന്നത്. പ്രാക്ടിക്കൽ സെഷനും കൂടെ ആവുമ്പോഴേക്കും നിങ്ങൾക്ക് അത് ക്ലാരിറ്റി കിട്ടും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പം പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്കിന്റെ കാര്യം അതാണ്. നല്ല പോലെ അത് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് പ്രാക്ടിക്കലാണ് തിയറിയെക്കാളും. കാരണം മോണ്ടിസോറി മെത്തേഡ് അറിയാവുന്ന ഒരിടത്ത് നിങ്ങൾ ഇന്റർവ്യൂവിന് പോയാൽ അവരൊരിക്കലും നിങ്ങളുടെ തിയറി മാർക്കിൽ ഇംപ്രസ്ഡ് ആവില്ല. ഇറ്റ്സ് ഓക്കെ, ഗുഡ് ഡേ പറയുള്ളൂ. പക്ഷെ അവർ പ്രാക്ടിക്കലി നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയുന്നത്, മോണ്ടിസോറി മെറ്റീരിയൽസിനെ കുറിച്ച് അറിയുന്നത്. ഞാൻ പറഞ്ഞു വന്നത് AMI ആൻഡ് MMI. AMI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ മോണ്ടിസോറി എസ്റ്റാബ്ലിഷ് ചെയ്ത അസോസിയേഷൻ മോണ്ടിസോറി ഇന്റർനാഷണൽ. മോണ്ടിസോറി എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യാനും ടീച്ചർമാർക്ക് ട്രെയിനിങ് കൊടുക്കാനും അങ്ങനെയുള്ള രീതിയിൽ ഡോക്ടർ മോണ്ടിസോറി എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. അവരത് ഡെൻമാർക്കിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ടെക്സ്റ്റിൽ അത് റോങ് ആയിട്ട് കിടക്കുന്നത് സൗത്ത് അമേരിക്ക. അതൊന്ന് കറക്റ്റ് ചെയ്തോളൂ. അപ്പോ അതെന്ന് പറഞ്ഞാൽ ഓതന്റിക് ആയിട്ടുള്ള മോണ്ടിസോറി മെത്തേഡാണ് AMI എന്ന് പറയുന്നത്. AMIയെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സ്കൂളുകളും ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. അപ്പോൾ സ്കൂളിലും ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനും എല്ലാം ഡോക്ടർ മോണ്ടിസോറി ആധികാരികമായി ചെയ്തിട്ടുള്ള ആ ഒരു ഓതന്റിക് മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മോണ്ടിസോറി തിയറി മെത്തേഡ് ആപ്ലിക്കേഷൻ നമ്മൾ ഓതന്റിക് ആയിട്ട് ഡോക്ടർ മോണ്ടിസോറി ചെയ്തതാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ അതിനെ എക്സ്ട്രാ കൂടുതലായിട്ടൊന്നും ആഡ് ചെയ്യുന്നില്ല. ആ ഓതന്റിക് മെത്തേഡ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. MMI മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ മോണ്ടിസോറി ഇന്റർനാഷണൽ. അതെ, മോഡേൺ അപ്രോച്ച് ആണ് അതിൽ. കാരണം അവര് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. രണ്ടും ഫോക്കസ് ചെയ്യുന്നത് ചൈൽഡ് ഡെവലപ്മെന്റിൽ തന്നെ. ചിലപ്പോൾ എവിടെയെങ്കിലും ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ AMI ആണോ MMI ആണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ MMI എന്ന് പറഞ്ഞാൽ മോഡേൺ മോണ്ടിസോറി ഇന്റർനാഷണൽ. ഈ MMIയില് അത് നമുക്ക് പറയും ഗവൺമെന്റ് സ്കൂളും മാനേജ്മെന്റ് സ്കൂളും തമ്മിലുള്ള ഡിഫറൻസ് ഇല്ലേ? ഗവൺമെന്റ് സ്കൂൾ എപ്പോഴും ഗവൺമെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതിനപ്പുറത്തേക്ക് മാറി ഒന്നുമില്ലെങ്കിൽ HMIന് അതിനുള്ള ധൈര്യം വേണം, അവർ ചിന്തിക്കുള്ളൂ. പക്ഷെ ഒരു മാനേജ്മെന്റ് സ്കൂൾ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ, അവര് മാറ്റങ്ങളും കുറെ കാര്യങ്ങളൊക്കെ ചെയ്യും. MMI വേറെ ഒന്നുമില്ല, പഠിക്കുന്നതൊക്കെ മോണ്ടിസോറി തിയറി മെത്തേഡ്സ് ആപ്ലിക്കേഷൻ തന്നെ, പക്ഷെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഈ പാരന്റ്സ് ഡിമാൻഡ് ചെയ്യാണ് കുറെ ഹോംവർക്ക് കൊടുക്കണം, കുറെ വർക്കുകൾ ചെയ്യിപ്പിക്കണം, കുട്ടികൾക്ക് പരീക്ഷ നടത്തണം, അങ്ങനെയൊക്കെ. ശരിക്കുള്ള മോണ്ടിസോറി മെത്തേഡിൽ നമുക്ക് ഹോംവർക്കുകളോ പരീക്ഷയൊന്നുമില്ല. 1 മിനിറ്റ് എനിക്ക് തരുമോ, മോന്റെ സ്കൂളിലെ പ്രിൻസിപ്പൾ വിളിച്ചുകൊണ്ടിരിക്കണം കുറെ നേരമായി. ഓക്കെ മിസ്, ഓക്കെ, ടേക്ക് യുവർ ഓൺ ടൈം മിസ്. ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്ന എന്താ സംഭവം? എന്തോന്നാണ് AMIയും പിന്നെ വേറെ നോട്ടിന്റെ ടെക്സ്റ്റ് ബുക്കിൽ എവിടെയാ? ഇത് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് എന്തുവായിരുന്നു മോളെ? ചേച്ചി നമ്മൾ റെക്കോർഡ് ഡീറ്റെയിൽസ് പറഞ്ഞപ്പോഴേ ഇങ്ങനെ പൊതുവെ മിസ് പറഞ്ഞതാണ് AMIയും MMIയും. MMI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ, AMI എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒതന്റിക്, നമ്മുടെ ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഡീറ്റെയിൽസ് ജസ്റ്റ് പറഞ്ഞു. അസോസിയേഷൻ മോഡേൺ ഇന്റർനാഷണൽ എന്നല്ലേ AMI? അതെ അതെ. MMI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ മോണ്ടിസോറി മെത്തേഡ്, അങ്ങനെ എന്താ തോന്നുന്നു. മോഡേൺ മോണ്ടിസോറി ഇന്റർനാഷണൽ MMI.
എല്ലാരും ഫുഡൊക്കെ കഴിച്ചായിരുന്നാ? ഇവിടെ കൊടുത്തോണ്ടിരിക്കണ മോൾക്ക്. എടാ സർവേയുടെ കാര്യം മിസ് പറഞ്ഞതേ ആ അയച്ചു തന്നത് നമ്മൾ കോപ്പി എടുക്കണോ? ഞാൻ പകുതി തൊട്ടേ കേട്ടോളായിരുന്നു. അതെ, നമുക്ക് വാട്സപ്പിൽ വല്ല കോണ്ടാക്ട് ഉണ്ട്, ഫ്രണ്ട്സ് അങ്ങനെ സർക്കിൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് അവർക്കത് ഷെയർ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് അതിൽ തന്നെ ടിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അങ്ങനെ കിട്ടും. നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടതാണെങ്കിൽ അത് പ്രിന്റ് എടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ മിസ് പറഞ്ഞത് നമ്മളത് എഴുതുക. അതും അല്ലാന്നുണ്ടെങ്കിൽ എഴുതാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഒന്നെങ്കിൽ പ്രിന്റ് എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ പല സർക്കിള് സ്കൂൾ വരെയുള്ള കാലഘട്ടത്തിലുള്ളവർക്ക് കൊടുക്കാം. കോളേജ് അങ്ങനെ പോകണ്ട, അതിന് മുന്നേ അതായത് പലതരത്തിലുള്ള ഫാമിലി സ്റ്റൈലുള്ളവർക്ക് കൊടുക്കാന്നാ പറഞ്ഞത്. അത് 5 കോപ്പി എടുത്തിട്ട് അഞ്ച് കുട്ടികളുടെ എഴുതാനല്ലേ പറഞ്ഞേക്കണേ? അതെ, 5 കോപ്പി എടുത്തിട്ട് 5 പേർക്ക് കൊടുക്കുക. പല സർക്കിളുള്ള പല ലൈഫ് സ്റ്റൈലുള്ള ആൾക്കാർക്ക് കൊടുക്കുക. എടാ സർവേ എടുത്തിട്ട് നമ്മൾ അതിന്റെ റിപ്പോർട്ട് പേപ്പറിൽ എഴുതണം അല്ലേ? റിപ്പോർട്ടൊന്നും എഴുതണ്ടല്ലോ, ജസ്റ്റ് ആ ഫോം ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്താൽ പോരെ? അല്ല, റിപ്പോർട്ട് പേപ്പറിൽ എഴുതണമെന്ന് ടീച്ചർ പറഞ്ഞല്ലോ, മിസ് പറഞ്ഞല്ലോ. ഇല്ല കേട്ടോ, റിപ്പോർട്ട് എഴുതണം എടാ, കേട്ടോ. നമ്മുടെ ക്ലാസ് റൂമില് പ്രൊജക്ടിന്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് രമ്യ, അതൊന്ന് നോക്കട്ടെ. അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ആണോ? ഓക്കെടാ, നോക്കട്ടെ കേട്ടോ. മിസ് തുടക്കം തൊട്ട് എന്താ പറഞ്ഞിരുന്നത്? ഞാൻ ക്ലാസ്സിൽ കയറാൻ ലേറ്റ് ആയി പോയി. തുടക്കം എന്തായിരുന്നുടാ മിസ്? എന്തിന്റെയൊക്കെ ഡൗട്ട്സ് ആണുള്ളതെന്നാണ് ചോദിച്ചത്. അതായത് ഇപ്പൊ ഇനിയൊക്കെ അറിയാൻ കുറെ കാര്യങ്ങളുണ്ടല്ലോ, പ്രാക്ടിക്കലിന്റെ, പിന്നെ പ്രൊജക്ടിന്റെ, സർവേയുടെ ഡീറ്റെയിൽസ്, പിന്നെ ഫോട്ടോസ് എവിടെ ഒട്ടിക്കണം എന്നുള്ള ഡൗട്ട് ഒക്കെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചാണ് മിസ്. പ്രാക്ടിക്കലിന്റെ ഡേറ്റ് വല്ലതും പറഞ്ഞായിരുന്നോ? നമ്മുടെ ഈസ്റ്റർ കഴിഞ്ഞിട്ടാണ്, ഏപ്രില് ഈസ്റ്റർ കഴിഞ്ഞിട്ടാണ് വെക്കുള്ളൂ എന്ന് പറഞ്ഞു. ഏപ്രിൽ 5-ാം തീയതി കഴിഞ്ഞിട്ട് ഡേറ്റ് വന്നത്. എടാ, സത്യത്തില് നിങ്ങളൊക്കെ റെക്കോർഡ് എല്ലാവരും 5-നൊക്കെ ആയോ? എന്റെ പൊന്നു രമ്യ, ചലഞ്ച് ചെയ്തിരുന്ന് എഴുതി 5-ാമത്തെ കംപ്ലീറ്റ് ആക്കി. ചലഞ്ച് അല്ലെങ്കിൽ തീരൂല. ഓക്കെ, താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഡൗട്ട് ആയല്ലേ AMIയും MMIയും എന്താന്ന്? ഫസ്റ്റ് യൂണിറ്റിലെ AMI കുറിച്ച് പറയുന്നുണ്ട്. ഫസ്റ്റ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തോ മിസ്? ഫസ്റ്റ് യൂണിറ്റ് തുടങ്ങിയോ? മറിയ മോണ്ടിസോറിയുടെ ലെസൺ അല്ലേ അത്? അപർണ മാം എടുക്കുന്നുണ്ട്. അതിൽ വരുന്നുണ്ട് AMI അസോസിയേഷൻ മോണ്ടിസോറി ഇന്റർനാഷണൽ എന്നാണ്. അതായത് ഡോക്ടർ മോണ്ടിസോറി ഇങ്ങനെ ഒരു മെത്തേഡ് കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ നല്ല റിസൾട്ട് വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് വേൾഡ് വൈഡ് സ്പ്രെഡ് ചെയ്യണം, എല്ലാവരിലേക്കും എത്തിക്കണം. അതിനുവേണ്ടി അവർ തുടങ്ങിയ ഒരു അസോസിയേഷനാണ് അത്. നമ്മളിപ്പോ നമ്മുടെ സ്റ്റേറ്റ് ബോർഡ്, CBSE എന്നൊക്കെ പറയുന്ന പോലെ ഈ ഒരു എഡ്യൂക്കേഷൻ മെത്തേഡിന് ഒരു അസോസിയേഷൻ, അതാണ് AMI. അപ്പൊ ഇനീഷ്യലി AMI അനുസരിച്ചാണ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും, അത് മോണ്ടിസോറി സ്കൂൾ ആണെങ്കിലും ടീച്ചർമാർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന മോണ്ടിസോറി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടല്ലോ നമ്മുടെ പോലെ, സ്മാർട്ട് ശ്രീ പോലെ, അതിലെല്ലാം ഈ AMI രീതിയിലായിരുന്നു. അതായത് ഓതന്റിക് ആയിട്ട് ഡോക്ടർ മോണ്ടിസോറി എന്താണോ ഡിസൈൻ ചെയ്ത് വെച്ചത് ആ രീതിയിലുള്ള കോഴ്സ്. MMI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ AMIയുടെ മോഡേൺ അപ്രോച്ചാണ്. അതായത് മെത്തേഡ് ഒക്കെ സെയിം തന്നെ, ഡോക്ടർ മോണ്ടിസോറി പറഞ്ഞ തിയറി പ്രിൻസിപ്പിൾസ് ഒക്കെ തന്നെയാണ്. പക്ഷെ അതിനേക്കാളും അവര് എക്സ്ട്രാ ആയിട്ട് ചില കാര്യങ്ങൾ, എക്സ്ട്രാ എന്ന് പറയാൻ പറ്റില്ല, അവരുടെ സ്കൂള് നിൽക്കുന്ന ലൊക്കേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ നിൽക്കുന്ന ലൊക്കേഷൻ, അതിന്റെയൊക്കെ രീതിക്ക് അനുസരിച്ച്, പിന്നെ വരുന്ന സ്റ്റുഡൻസിന്റെ, വരുന്ന പാരന്റ്സിന്റെ ഒക്കെ റിക്വസ്റ്റും ഡിമാൻഡും റിക്വയർമെന്റും അനുസരിച്ച് അവർ ആ മെത്തേഡിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തി. അതാണ് MMI. ക്ലിയർ ആയോ? ചില മോണ്ടിസോറി സ്കൂളിൽ ചെല്ലുമ്പോൾ നിങ്ങൾ പറയും നമ്മൾ പഠിച്ച പോലത്തെ മെത്തേഡ് അല്ലല്ലോ ഇവിടെ, ചിലയിടത്ത് പ്ലാസ്റ്റിക് ടോയ്സ് ഒക്കെ കാണാം. നമുക്ക് മോണ്ടിസോറി മെത്തേഡിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നുമില്ല, എല്ലാം റിയൽ ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആണ്. വുഡ് കൊണ്ടുള്ളതാണ് കൂടുതലും, വുഡ്, മെറ്റൽ, ഗ്ലാസ്, ഇതൊക്കെയാണ് മോണ്ടിസോറി മെത്തേഡിൽ വരുന്നത്. അവിടെ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ സിന്തറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെയില്ല. അപ്പൊ MMI അതാണ്, അവരുടെ സൗകര്യം അനുസരിച്ച്, രീതികൾക്കനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു, മോഡേൺ അപ്രോച്ച്. പിന്നെ അമേരിക്കയെ കുറിച്ച് നമുക്കറിയാം, വളരെ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് അല്ലെ അമേരിക്ക എന്ന് പറയുന്നത്.
അവർക്ക് എപ്പോഴും ഒരു യുണീക് സ്റ്റൈലാണ്. അവർ വേറൊരാളെ പോലെ ആകാൻ അവർ ഒട്ടും ഇഷ്ടപ്പെടില്ല. അമേരിക്ക എന്ത് ചെയ്തു, മോണ്ടിസോറി മെത്തേഡ് ആക്സെപ്റ്റ് ചെയ്തു, പക്ഷെ അവരുടേതായിട്ടുള്ള രീതി അവർ കൊണ്ടുവന്നു. അതിന് പറയുന്ന പേരാണ് എന്താ പറയാ AMS എന്ന് പറയുന്നത്. അമേരിക്കൻ മോണ്ടിസോറി സൊസൈറ്റി എന്നും പറഞ്ഞ് അമേരിക്ക പുതിയ ഒരെണ്ണം ഡിസൈൻ ചെയ്തു. പക്ഷെ മെത്തേഡ് ഒക്കെ സെയിം തന്നെ, അവരുടേതായ ചില മാറ്റങ്ങൾ അതിൽ വരുത്തി. അപ്പോ നമ്മൾ പഠിക്കുന്നത് AMI മെത്തേഡിൽ തന്നെയാണ്. അതായത് മോണ്ടിസോറി മെത്തേഡ് എല്ലാം ഓതന്റിക് ആയിട്ട് ഡോക്ടർ മോണ്ടിസോറി ഡിസൈൻ ചെയ്തത് തന്നെ. പക്ഷെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ടോപ്പിക്സിലൂടെ നമ്മൾ കടന്നുപോയി. ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, ചൈൽഡ് ഡെവലപ്മെന്റ്, സൈക്കോളജി, എഡ്യൂക്കേഷണൽ സൈക്കോളജി, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ കടന്നുപോയി. അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു അല്ലേ? ശ്രദ്ധിച്ചറിയാം, ഇമ്മ്യൂണൈസേഷനെ കുറിച്ചുള്ളത് നമ്മൾ കറന്റ്ലി ഏത് ഇമ്മ്യൂണൈസേഷൻ ടേബിൾ ആണോ ഫോളോ ചെയ്യുന്നത് അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, പഴയതൊന്നുമല്ല. സൈക്കോളജിയിലും നമ്മൾ മാറ്റങ്ങൾ കുറെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചു. പക്ഷെ മോണ്ടിസോറി മെത്തേഡ് പാർട്ട് 3 ഡോക്ടർ മോണ്ടിസോറി എന്താണോ തിയറി പറഞ്ഞത് അതാണ് നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത്. അതേപോലെ വ്യത്യാസം ഒന്ന് പറഞ്ഞു തന്നത്, ചില കുട്ടികൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ആ ഡൗട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് AMI, എന്താണ് MMI എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. രണ്ടും ബെസ്റ്റ് തന്നെയാണ്, രണ്ടും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇന്ത്യൻ സ്കൂളുകൾ പൊതുവെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ട്രഡീഷണൽ മെത്തേഡും ആ രണ്ട് മെത്തേഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ യൂറോപ്യൻ കൺട്രീസും ചൈനയിലും അതുപോലെ തന്നെ ജപ്പാനിലും ഒക്കെ അവർ പ്യുവർ മോണ്ടിസോറി മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ പ്യുവർ മോണ്ടിസോറി മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ പാരന്റ്സ് സാറ്റിസ്ഫൈഡ് ആകില്ല. കുട്ടികളൊന്നും പഠിച്ചില്ല, അവർക്ക് എഴുതി കാണണം, ഹോംവർക്ക് കിട്ടണം, അങ്ങനെ. അപ്പം മെത്തേഡിൽ മാറ്റങ്ങൾ വരും. പിന്നെ പരീക്ഷ ഇടയ്ക്ക് നടത്തണം, അസസ്മെന്റ് ഒക്കെ വേണം, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടെയുള്ള പാരന്റ്സ് പൊതുവെ പറയുന്നത് അല്ലെ. അപ്പൊ അതാണ് ഞാനൊരു മോണ്ടിസോറി സ്കൂളിൽ കണ്ട വളരെ മനോഹരമായ ഒരു കാഴ്ച. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കുട്ടികൾക്ക് അവിടെ മാറ്റ് ഉണ്ട്. അതായത് മാറ്റിൽ ഇരുന്നും കിടന്നും ഒക്കെയാണ്. ചെറിയ കുട്ടികൾ അങ്ങനെ അവർക്ക് കസേരകൾ അവിടെ കുറവായി, കസേര ഉണ്ടാകും, പക്ഷെ എന്നാലും മാറ്റിന്റെ മുകളിൽ മാറ്റ് വിരിച്ച് അതിനകത്ത് ഇരുന്നാണ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത്. ചിലപ്പോൾ കിടന്നിട്ടൊക്കെ ചെയ്യും. കുട്ടികൾ ഇങ്ങനെ എന്താ പറയുക, കമിഴ്ന്ന് കിടക്കുക. കമിഴ്ന്ന് കിടന്ന് ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് ഹസ്ന വെച്ചേക്കുന്ന പോലെ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് ചെയ്യാം. അപ്പൊ ഒരു ടീച്ചർ ആ കുട്ടിയുടെ ഓപ്പോസിറ്റ് അതേപോലെ കിടന്ന് ഇങ്ങനെ ഇരുന്ന് കുട്ടിയെ ഒബ്സർവ് ചെയ്യും. മോണ്ടിസോറി മെത്തേഡിൽ ടീച്ചേഴ്സ് ഇന്ററപ്റ്റ് ചെയ്യില്ല, അവർ ഒബ്സർവ് ചെയ്യാണ് കുട്ടിയെ. അതൊക്കെ ഭയങ്കര മനോഹരമായ കാഴ്ചകളാണ്. അപ്പൊ അത്രയും ടീച്ചർ മാറുവാണ്. അതാണ് ശരിക്കും മോണ്ടിസോറി മെത്തേഡിൽ നടക്കുന്നത്. ഓക്കെ, അപ്പൊ AMI MMIയുടെ ഡിഫറൻസ് മനസ്സിലായി. അമേരിക്ക അവരുടേതായ രീതിയിൽ ഡിസൈൻ ചെയ്തു. അങ്ങനെ നമ്മുടെ ഇവിടെ KG സെഷനിൽ ഇത് മാക്സിമം ഇത് മോണ്ടിസോറി മെത്തേഡ് ആഡ് ചെയ്യാനായിട്ട് ആ സ്കൂൾ ഇപ്പൊ കൂടുതലും CBSE സ്കൂളിലായിരിക്കും. ആ സ്കൂളിലെ മാനേജ്മെന്റ് അറിയാവുന്നവരാണെങ്കിൽ താല്പര്യപ്പെടും. പിന്നെ ഗവൺമെന്റ് സ്കൂളുകളിൽ ഗോപിയ എന്ന് പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു ഇടങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ശരിക്കും മോണ്ടിസോറി മെത്തേഡ് തന്നെയാണ്. നമ്മുടെ അംഗൻവാടികളൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ കുറേയൊക്കെ മോണ്ടിസോറി മെത്തേഡ് തന്നെയാണ്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ റെക്കോർഡുമായിട്ട് ബന്ധമുള്ളതല്ല കേട്ടോ. റെക്കോർഡിന്റെ കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞു. ഇങ്ങനെ ഒരു ഡൗട്ട്, കാരണം നിങ്ങൾ ഇത്രയും പഠിച്ചിട്ട് പുറത്തൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ പെട്ടെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് എന്താ സംഭവം എന്നൊരു പിടി കിട്ടാതെ വന്നാലോ എന്ന് വിചാരിച്ചാണ് ക്ലിയർ ചെയ്യുന്നതാണ്. നമ്മൾ പഠിക്കുന്ന തിയറി പ്രിൻസിപ്പിൾസ് എല്ലാം ഓതന്റിക് ആയിട്ടുള്ള ഡോക്ടർ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെത്തേഡ് തന്നെയാണ്. ഓക്കെ ഫൈൻ. ഇനി എന്തിലായിരുന്നു ഡൗട്ട്? ഇനി എന്തിലെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്കൊരു മാഗസിന്റെ കാര്യം. മാഗസീൻ എന്നുള്ളത് മാൻഡേറ്ററി അല്ല, കമ്പൽസറി അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒരു മാഗസീൻ ഉണ്ടാക്കാം. അത് നമുക്ക് നല്ലൊരു മെമ്മറി ആയിരിക്കും. നമ്മളൊരു കോഴ്സ് ചെയ്തു 1 വർഷം, അതുമായി റിലേറ്റഡ് നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങളുടെ എന്ത് വർക്കും, അതായത് ഇംഗ്ലീഷില്, മലയാളത്തിൽ, ഹിന്ദി, അറബി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലാംഗ്വേജിൽ, വേറെ ഇപ്പൊ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദിയൊക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അറബി അല്ലെങ്കിൽ കന്നഡയോ അങ്ങനെ സംസ്കൃതമോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു ട്രാൻസ്ലേഷനും കൂടെ വെക്കണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പോയംസ് എഴുതാം, കഥ എഴുതാം, പിന്നെ ചെറിയ ഡോക്യുമെന്ററി പോലെ അങ്ങനെ എന്തെങ്കിലും എഴുതാം, റൈറ്റപ്സ് എഴുതാം, പിന്നെ കോഡ്സ് എഴുതാം, പിന്നെന്താ കുക്കിംഗ് ടിപ്സ് എഴുതാം, ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് ഷെയർ ചെയ്യാം,
പിന്നെ ബ്യൂട്ടി ടിപ്സ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അങ്ങനെ ചില സയന്റിഫിക് ആയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാം. പിന്നെ വരയ്ക്കുന്നവരൊക്കെ അവരുടെ പിക്ചർ ഷെയർ ചെയ്യാം. അപ്പൊ എല്ലാവരും ഓരോരോ വർക്ക് വീതമെങ്കിലും മിനിമം ചെയ്യുകയാണെങ്കിൽ നമുക്കത് നല്ലൊരു മെമ്മറി. നിങ്ങളുടെ ഫോട്ടോസ് വെച്ചിട്ട് ഒരു കൊളാബ് പോലെ ചെയ്യാം. അങ്ങനെ അപ്പൊ ഒരു എഡിറ്റോറിയൽ ബോർഡിനെയൊക്കെ ചെയ്യാം. അങ്ങനെ കോർഡിനേഷൻ നമ്മൾ ഈ ഓൺലൈൻ എന്നുള്ള അതിന്റെ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്ത് നമ്മൾ ചെയ്യുന്ന നമ്മളുടെ ഒരു എഫേർട്ടാണ്. അതിനത്രയും റിസൾട്ട് ആയിരിക്കും, നല്ലൊരു ഫ്രൂട്ട്സ് ആയിരിക്കും. കുട്ടികൾ നമ്മുടെ ബാച്ചില് batch 1, 5, 8 ഈ 3 ബാച്ചുകാര് മാത്രമാണ് മാഗസിൻ ചെയ്തിട്ടുള്ളൂ. 11 വരെയുള്ള ബാച്ചിന്റെ കോൺവെക്കേഷൻ കഴിഞ്ഞു. പക്ഷെ ഇവര് 3 പേരും മാത്രമേ മാഗസിൻ ചെയ്തിട്ടുള്ളൂ. സോ ദാറ്റ്സ് അപ് ടു യു. അപ്പോ ആരെങ്കിലും 2-3 പേര് കോർഡിനേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളവർ ഹെൽപ്പ് ചെയ്യുക. ഒരാളിലേക്ക് എല്ലാം അയച്ചു കൊടുക്കുക, PDF ആയിട്ട് അയച്ചു കൊടുക്കുക. അതൊരുമിച്ച് ചെയ്ത് ഒറ്റൊരു സോഫ്റ്റ് കോപ്പി ആക്കാനായിട്ട് പറ്റും മാഗസീന്റെ. പ്രൂഫ് റീഡിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇപ്പൊ സോഫ്റ്റ് കോപ്പി എല്ലാവർക്കും ഷെയർ ചെയ്യാം. ഇനി അതിന്റെ പ്രിന്റ് വേണമെന്നുള്ളവർക്ക് പ്രിന്റും ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ 1, 5, 8 ഈ ബാച്ചിലുള്ളവര് ഒരു ഹാർഡ് കോപ്പി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലല്ല ഓഫീസിലുണ്ട്. പ്രാക്ടിക്കൽ സെഷന് വരുമ്പോൾ അതൊരു റെഫറൻസ് ആയിട്ട് എടുക്കാം, നോക്കാം. കുട്ടികൾ അത് ഓഫീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് അവരതൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. നമുക്കൊരു ഓർമ്മയായിരിക്കുമല്ലോ. ഓട്ടോഗ്രാഫ് ഒക്കെ പോലെ തന്നെ ഒരു ഓർമ്മ പോലെ തന്നെയാണ് മാഗസിൻ. അപ്പൊ അതിന് വേണ്ടുന്ന കോസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുക. എന്നിട്ട് പ്രിന്റ് വേണ്ടാത്തവര് സോഫ്റ്റ് കോപ്പി എടുത്ത് എപ്പോഴെങ്കിലും പ്രിന്റ് എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ പ്രിന്റ് വേണമെങ്കിൽ അതൊക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു വർക്ക് ആയിരിക്കണം. ഒരു ടീം സ്പിരിറ്റ് വേണം. എന്നാലാണ് നമുക്കത് സക്സസ് ആക്കാനായിട്ട് പറ്റൂ. ഓക്കെ, ഇനി എന്റെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞോട്ടാ. ലാസ്റ്റ് ഡേ ആയിരുന്നു. ആണോ? എത്ര ദിവസം ചെയ്തു ലിതിയ? 15 ദിവസം മിസ്സേ. എന്താ എക്സ്പീരിയൻസ് പറയൂ. പോന്നപ്പോ ഒരു വിഷമം. ആണോ? കാരണേ അവര് നാളെ വരും ടീച്ചർ, നാളെ എന്തായാലും വായോ, ടീച്ചർ കളർ ഡ്രസ് ഇട്ട് വന്നോ. ഞാൻ പറഞ്ഞു ഞാൻ അല്ലെങ്കിൽ കളർ ഡ്രസ് ഇട്ടിട്ടില്ലേ വരണേ, എന്നാലും നിങ്ങൾ ടീച്ചർ നാളെ വായോ, എന്താ വരാത്തേ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് ഒരു മാതിരിയായി. ഇങ്ങനെ ഒരു വിഷമം തോന്നി തുടങ്ങി. കുട്ടികളല്ലേ. പക്ഷെ ഒരു സെന്റ് ഓഫ് പോലെയായിരുന്നു മിസ്സേ. കാരണം ഇന്ന് ആൾക്ക് 4th അതായത് 4ാം ക്ലാസ്സുകാരുടെ സെന്റ് ഓഫ് ആയിരുന്നേ. അപ്പം ഐസ്ക്രീം, ഒരു ബോക്സിൽ സ്വീറ്റ്സ് ഒക്കെ സംഭവം എനിക്ക് സെന്റ് ഓഫ് പോലെ എനിക്ക് കിട്ടിയപ്പോ. പിന്നെ കുറച്ച് കുട്ടികൾ അവര് ബർത്ത്ഡേ അങ്ങനെയൊക്കെ ആയിട്ട് പെന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. പക്ഷെ രസം ഉണ്ടായിരുന്നു. കാരണം അവിടെ സെപ്പറേറ്റ് സെക്ഷൻ ആയിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ 1 മുതൽ 4 വരെ ഒരു സെക്ഷൻ, LKG UKG സെപ്പറേറ്റ് ആയിരുന്നു. അപ്പൊ നമുക്ക് ആ ടീച്ചേഴ്സുമായിട്ട് അധികം കണക്ഷൻ ഇല്ല. നമുക്ക് 2 ടീച്ചേഴ്സും 2 ഹെൽപ്പർമാരാ ഉള്ളത്. അപ്പം അവരുമായിട്ട് നല്ല എൻജോയ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെയിം ഒരു എന്താ പറയാ ഒരു ലെങ്ത് എന്നൊക്കെ വേവ് അങ്ങനെ സെയിം ഒരു ഇതുപോലത്തെ ഒരു സംഭവം. അതായത് നമുക്കങ്ങനെ സ്ട്രിക്റ്റ് അങ്ങനെ ഒന്നുമല്ല, എല്ലാം ഫ്രീ, നല്ല കമ്പനി ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അവർക്ക് വിഷമായി. അവര് വായോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാന് മോൻ ചെറുതായോണ്ട് അവനൊന്ന് സെറ്റ് ആക്കണം, അംഗൻവാടി അങ്ങനെയൊക്കെ സെറ്റ് ആക്കിയിട്ട് മെല്ലെ നോക്കാന്ന് വിചാരിച്ചു. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ വിചാരിച്ചെങ്ങാട്ടിയും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട്. അതായത് കുട്ടികളെ രീതികൾ എങ്ങനെയാണ്, അത് അവരെങ്ങനെയാ പഠിക്കുന്നത്, അവരോട് പെരുമാറുന്നത് എങ്ങനെയാ. നമ്മൾ ഒരുപാട് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ അതും പറ്റില്ല. എന്നാലും ഇടയ്ക്ക് ഒരു ഇത് വേണം. അങ്ങനെയൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. നല്ല അനുഭവമായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. കേട്ടതിൽ വളരെ സന്തോഷം. അപ്പൊ ടീച്ചിങ് പ്രാക്ടീസിന് പോയവരെല്ലാരും വളരെ ഹാപ്പി, സാറ്റിസ്ഫൈഡ് ആണെന്ന് മനസ്സിലായി. എനിക്ക് മലയാളം പഠിപ്പിക്കാനായിരുന്നു ബുദ്ധിമുട്ട്. ആണോ? എന്ത് ചെയ്തു എന്നിട്ട്? ഞാൻ ടീച്ചേഴ്സ് ഹെൽപ്പ് ചെയ്തു തന്നു, ടിപ്സ് ഒക്കെ പറഞ്ഞു തന്നു. എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, അങ്ങനെ ഓരോ ചെറിയ ടിപ്സ് ഒക്കെ പറഞ്ഞു തന്നു. ഈ ചില്ലക്ഷരങ്ങള് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ബുദ്ധിമുട്ടാ. എനിക്ക് ഫസ്റ്റ് തന്നെ അതൊക്കെ കിട്ടിയത് എടുക്കാനായിട്ട്. അപ്പൊ പക്ഷെ അവരുടെ പിള്ളേരെന്നെ ടീച്ചർ പഠിപ്പിക്കുന്ന രീതി വ്യത്യാസം. അതായത് അതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇടുക. അപ്പൊ നമുക്ക് അതൊക്കെ ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ. കുട്ടികൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഞാൻ ബോർഡിനെ നിൽക്കുന്നത് എനിക്ക് പറഞ്ഞു തരിക, ടീച്ചർ ആദ്യം ഇട് എന്നിട്ട് മുകളിലോട്ട് വരയ്ക്കുക. അങ്ങനെ അവര് പറഞ്ഞു തരുമ്പോ നമുക്കൊരു സന്തോഷമാണ്. എന്ന് വെച്ചാൽ അവരത്രയും പഠിച്ചുവല്ലോ. നമ്മൾ ചോദിക്കേണ്ട താമസം എല്ലാവരും ഉത്തരം പറയും ചെയ്യും. നല്ല രസമായിരുന്നു. ഓക്കെ, നമ്മളുടെ ഒരു ബാച്ചിൽ ഒരു കുട്ടി മലയാളത്തിന്റെ സാൻഡ് പേപ്പർ ഉണ്ടാക്കിട്ടോ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്.
അതിന് മലയാളം ടീച്ചറായിട്ട് തന്നെ കിട്ടിയപ്പോൾ മലയാളത്തിൽ സാൻഡ് പേപ്പർ ഉണ്ടാക്കി കൊണ്ടുപോയി. നല്ല ബുദ്ധിമുട്ടാണ്, കാരണം കൂടുതൽ കേർവ് വരുന്ന ഒരു ലാംഗ്വേജ് ആണ് മലയാളം. നല്ലതായിട്ട് സ്ട്രഗിൾ ചെയ്തു, പക്ഷെ നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കി കൊണ്ടുപോയി. ഹിന്ദിയിൽ ഉണ്ടാക്കിയവരുണ്ട്. സോ നിനക്ക് അത് കോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നോക്കാം, വേണം ആവശ്യം ഉണ്ടെങ്കിൽ. ഓക്കെ, നമുക്ക് ബാക്ക് ടു ക്ലാസ്. യെസ്, ഇന്ന് എനിക്ക് പറ്റിയൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. എന്ന് വെച്ചാൽ അവർക്ക് എക്സാം തുടങ്ങിയല്ലോ. അപ്പൊ എക്സാം നടത്തുന്നതിന്റെ ഇതില് അവർക്ക് ഓറൽ എക്സാം ആണ്, LKG-കാർക്ക് ഓറൽ എക്സാം ആണ്. അപ്പം ആ ഓറൽ എക്സാം നടത്തുന്നതിലൊരു ഭാഗം എനിക്കിന്ന് പറ്റി. ആണോ? ഓക്കെ, അപ്പൊ അതും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു. അതെ, വെരി ഗുഡ്. എനിക്കും അതെ മിസ്, ലാസ്റ്റ് ടേമിന്റെ ഫുള്ള് എടുത്തു കൊടുത്തത് ഞാനാ, മിസ്സില്ലായിരുന്നു. എങ്ങനെ എഴുതിയെന്ന് പറഞ്ഞൂടാ. ഓക്കെ, ഓക്കെ ഫ്രണ്ട്സ്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ പ്രാക്ടിക്കൽ സെഷൻ എപ്പോഴാന്ന് ചോദിച്ചല്ലോ. പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ വൈവയ്ക്ക് വേണ്ടി പ്രിപ്പയർ ആയിക്കോളും. കാരണം അത് കഴിഞ്ഞാൽ വൈവയുടെ ഇത് തുടങ്ങും. പക്ഷെ ഇപ്പൊ 14 കഴിയാറായിട്ടുണ്ട്. ദാറ്റ് മീൻസ് നിങ്ങളുടെ അടുത്തോണ്ടിരിക്കുകയാണ്. പ്രാക്ടിക്കലിന് നേരിട്ട് വരുന്നവർക്ക് നേരിട്ട് വൈവ അവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റും. പക്ഷെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആകണം എന്ന് മാത്രം. വർക്കുകൾ കംപ്ലീറ്റ് ആകണം. വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മാർക്ക് കിട്ടുന്നത്. വർക്ക് ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ പെൻഡിങ് ആയി പോയിട്ടുണ്ടെങ്കിൽ മാർക്ക് അതിനനുസരിച്ച് അവിടെ മാറും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പ്രാക്ടിക്കൽ കഴിഞ്ഞാൽ വൈവ ഓരോരുത്തർക്കായിട്ടാണോ? എന്തൊക്കെ വർക്കുകളാണ് മെയിൻ ആയിട്ട് കംപ്ലീറ്റ് ആവേണ്ടത്? ഈ റെക്കോർഡും അസൈൻമെന്റും ആക്ടിവിറ്റീസും ആണ്. മിസ്, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാവോ? എങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്? ഓ, അത് കൊള്ളാലോ. പിങ്ക് ടവർ അങ്ങനെയൊക്കെ പറഞ്ഞു തന്നോ അപർണ മിസ്? ഇപ്പൊ പിങ്ക് ടവർ എന്താണ്, അതിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അങ്ങനെ ഓരോ പ്രാക്ടിക്കലിന്റെ ഇത് പറഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞു. ഒരു സ്പ്ലിറ്റപ്പ് തന്നിട്ടില്ലേ? പ്രാക്ടിക്കൽ സെഷന്റെ ഒരു ഡിവൈഡ് ചെയ്ത് ഒരു PDF നിങ്ങൾക്ക് തന്നിട്ടില്ലേ? തിയറിയുടെ തന്നിട്ടുള്ളത് പോലെ തന്നെ പ്രാക്ടിക്കലിന്റെ പിന്നെ തന്നിട്ടില്ലേ? ഇല്ല മിസ്, തന്നിട്ടുണ്ടായിരുന്നു മോളെ. ഗ്രൂപ്പിൽ വന്നിട്ടില്ല? നിങ്ങളുടെ ക്ലാസ് റൂമിൽ വന്നിട്ടില്ലേ? ഇപ്പം ഈ അടുത്ത് വന്നതാണോ മിസ്സേ? അത് മുന്നേ വന്നതായിരിക്കുമോ? വന്നിട്ടുണ്ടാവും, തുടങ്ങിയപ്പോ തന്നെ വന്നിട്ടുണ്ടാകണം. അയ്യോ, നോക്കട്ടെ മിസ്, മനസ്സിലാവാഞ്ഞിട്ടായിരിക്കും. നോക്കാം. ഇല്ല, പതുക്കെ നോക്കിയാൽ മതി. ഞാൻ ജസ്റ്റ് അതൊന്ന് പറയാം. ഓക്കെ മിസ്. മിസ്, ഈ വൈവ മെയ് ലാസ്റ്റിലേക്കൊക്കെ ആവുക? പ്രാക്ടിക്കൽ സെഷൻ ഏപ്രിൽ എന്തായാലും തുടങ്ങില്ലേ? അതായത് ഏപ്രിൽ ഒരു പകുതിയൊക്കെ ആവുമ്പോഴേക്കും പ്രാക്ടിക്കൽ സെഷൻ നേരിട്ടാകും. പ്രാക്ടിക്കൽ സെഷൻ നേരിട്ട് കഴിഞ്ഞാൽ വൈവ ഉടനെ തുടങ്ങാം. പിന്നെ PG-കാർക്ക് PG-യുടെ ക്ലാസ് തുടങ്ങണം. ക്ലാസ് തുടങ്ങി ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് PG സെഷനിലുള്ളവർക്ക് വൈവ തുടങ്ങുള്ളൂ. മനസ്സിലായോ? അതിൽ ഞാൻ നാട്ടിലേക്ക് പോവാണ്. അപ്പൊ മെയ് ലാസ്റ്റിലേക്കാ പിന്നെ തിരിച്ചു വരിക. അപ്പൊ അതാ ചോദിച്ചത്. അങ്ങനെയൊക്കെയുള്ള കേസസ് വരുവാണെങ്കിൽ നമ്മൾ ഇൻഫോം ചെയ്താൽ മതി. ഇപ്പൊ നാട്ടിലിരുന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, മെറ്റീരിയൽസ് എല്ലാം എവിടെയാണോ അവിടെയാണ്, അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമുക്ക് സോൾവ് ചെയ്യാവുന്ന പ്രശ്നങ്ങളൊക്കെയാണ്. അതൊന്നും സാരില്ല. നമുക്ക് യാത്രയില് ബുദ്ധിമുട്ടാണല്ലോ, ട്രെയിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകണം. മനസ്സിലായി. അത് പറഞ്ഞാൽ മതി. കാരണം വൈവയുടെ സ്ലോട്ട് ഇടുന്ന ടൈം നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു സമയത്ത് അതൊക്കെ ശരിയാക്കി തരും. ജെനുവിൻ റീസൺസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ ശരിയാക്കും. പിന്നെ ഈ ഏപ്രിൽ 1 പോവും. മോളെ എക്സാം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് പോവാണ്. ശരി ശരി, മനസ്സിലായി. എവിടെയാ ഇപ്പൊ എവിടെയാ? കോഴിക്കോട്. മിസ്സേ, അപ്പൊ PG-യുടെ ക്ലാസ് കൂടി കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് ഈ പ്രാക്ടിക്കലും വൈവ ഒക്കെ എല്ലാം ഉണ്ടാവുക? ഇല്ലല്ല, പ്രാക്ടിക്കൽസ് നിങ്ങൾക്ക് നെക്സ്റ്റ് മന്തിൽ ഉണ്ടാവും. ഇപ്പൊ കറന്റ്ലി 12, 13, 14 PG ക്ലാസ് നടക്കുകയാണ്. അത് ഈ മാസം കൊണ്ട് തീരും. അവരുടെ തീർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ തുടങ്ങും. അത് 2-3 ബാച്ച് ഒരുമിച്ചായിരിക്കും. 15, 16, 17 ഒരുമിച്ചായിരിക്കും മിക്കവാറും, മോസ്റ്റ് പ്രോബ്ലി. അപ്പൊ ഇനിയിപ്പോ നിങ്ങളുടെ വൈവയാണ് തുടങ്ങേണ്ടത്. 14 കഴിഞ്ഞു, ഓൾമോസ്റ്റ് കഴിയാറായി. പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞ ഉടനെ തന്നെ വൈവ സ്റ്റാർട്ട് ചെയ്യും. പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞിട്ട് വൈവ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈവ മെയിൻലി ഫോക്കസിങ് ഓൺ പ്രാക്ടിക്കൽ സെഷൻസ്. നിങ്ങൾ ചെയ്ത അസൈൻമെന്റ്, ആക്ടിവിറ്റീസ്, പിന്നെ ഉണ്ടാക്കിയ മെറ്റീരിയൽസ് ഉണ്ടല്ലോ, അത് ടീച്ചിങ് പ്രാക്ടീസിന് പോയ കാര്യങ്ങള്,
ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അങ്ങനെ. അപ്പൊ ടീച്ചിങ് പ്രാക്ടീസിന് പോവാത്തവർ എന്ത് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ടീച്ചിങ് പ്രാക്ടീസിന് പോകാത്തവര് വൈവ ടൈമിൽ ഒരു ഡെമോ ക്ലാസ് നിർബന്ധമായും എടുക്കണം. ചെറിയൊരു ഡെമോ ഒരു 2 minutes അവർ കാണിക്കേണ്ടതാണ്. മിസ്സേ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഞാൻ ക്ലാസ് എടുക്കാൻ പോയിട്ടില്ല, സ്കൂളിൽ പോയിട്ടില്ല, ഇന്റേൺഷിപ്പ് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ വർക്ക് ചെയ്തതിന്റെ 1 yearന്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലുണ്ട്. എവിടെ വർക്ക് ചെയ്തിട്ടില്ല? അംഗനവാടി അപ്പൊ ഞാൻ 2 തവണയായിട്ട് ഞാൻ 6 മാസത്തെ ഇത് വെച്ച് കയറിയായിരുന്നു ടെമ്പററി ആയിട്ട്. അപ്പൊ എനിക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് ആയിട്ട് അത് അത്രയും ഡേയ്സിന്റെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ നമുക്ക് കുഴപ്പമില്ല. ഈ അംഗൻവാടിയിൽ വർക്ക് ചെയ്തത് മോണ്ടിസോറി കോഴ്സ് ചേർന്നതിന് ശേഷമാണ്? ഇല്ല മാം, ഒരു 2-3 വർഷം മുമ്പാണ്. നമ്മൾ ശരിക്കും ടീച്ചിങ് പ്രാക്ടീസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ പഠിച്ച ഈ ഒരു മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഇവരൊക്കെ ഷെയർ ചെയ്തില്ലേ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആ മെത്തേഡ് അപ്ലൈ ചെയ്ത് നമ്മൾ അത് ഒബ്സർവ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. എനിക്കിത് പറഞ്ഞോണ്ടൊരു കാര്യം പറയാണ്ട്, ഞാനൊരു 3 years ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അതായത് മോണ്ടിസോറി ഇത് കോഴ്സ് എടുക്കുന്നതിന് മുന്നേ. അതായത് അത് ഒരു 7th 8th 9th വരെയൊക്കെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. കുട്ടികളെ ഹാൻഡിൽ ചെയ്യാനും ഒക്കെ അറിയാം, ഓക്കെയാണ്. അതായത് എന്ത് ടോപ്പിക് നമുക്ക് കിട്ടുന്നോ ലെസൺ പ്ലാനിനെ ബേസ് ചെയ്തിട്ട് ക്ലാസ് എടുക്കാറുണ്ട്, അതൊക്കെ ഓക്കെയാണ്, ഫൈൻ. പക്ഷെ ഞാൻ പറയാ വെച്ച് കഴിഞ്ഞാൽ ഈ മോണ്ടിസോറി നമ്മൾ ഈ കോഴ്സ് എടുത്തതിന് ശേഷമാണ് ഞാനിപ്പോ ഒരു 15 daysന്റെ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ചെയ്യുമ്പോഴാണ് എനിക്ക് ശരിക്കും അതിന് ഡിഫറൻസ് മനസ്സിലായത്. നമ്മൾ കുറച്ചും കൂടി ക്ഷമയോടുകൂടി, അതായത് എനിക്ക് LKG UKG ഒക്കെയാണ് ക്ലാസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവരെ ടീച്ച് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ മലയാളമായിരിക്കും, ചില്ലക്ഷരമായിരിക്കും, ഏറ്റവും ഈസി ആയിട്ട്, അതായത് 30 പിള്ളേരുണ്ടെങ്കിൽ ആ 30 പിള്ളേരിലേക്കും എങ്ങനെ എത്തിക്കാന്നുള്ളതാണ് ഞാൻ ഒറ്റ മൈൻഡിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഫസ്റ്റിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനെ ആയിരുന്നില്ല. എങ്ങനെയും ക്ലാസ് എടുക്കുക, പോവുക, മാക്സിമം നല്ല രീതിയിൽ ടെൻഷനൊക്കെ ഉണ്ടാവുന്ന പ്രസന്റ് ചെയ്യാൻ പോവുക. പക്ഷെ മോണ്ടിസോറി മെത്തേഡ് പഠിച്ചതിന്റെ ബേസിലാണെന്ന് അറിയില്ല, ഒരു മാറ്റം തന്നെയാണ് മിസ്സേ. അത് എടുത്തിട്ട് ഞാൻ പറയാച്ച എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത് എല്ലാവരും ഒന്ന് ഇന്റേൺഷിപ്പിന് അറ്റ്ലീസ്റ്റ് 15 days പോവുക തന്നെ വേണം. അപ്പൊ പിന്നെ നമുക്ക് അതിൽ നിന്ന് എന്ത് ചോദ്യം ചോദിച്ചാലും ധൈര്യമായിട്ട് ഫേസ് ചെയ്യാം. ഒരു ടെൻഷനും പേടിക്കേണ്ട കാര്യമില്ല. ഫസ്റ്റ് ഡേ ടെൻഷൻ ഉണ്ടാവും മിസ്സേ, പക്ഷെ ബാക്കി ഒക്കെ ഓക്കെയാണ്. ഇപ്പൊ ധൈര്യമായിട്ട് ഏത് സ്കൂളിൽ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോവാം. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇത് എടുത്തതിന് ശേഷം പോവായിരിക്കും നല്ലത്. കുട്ടികളൊക്കെ കിട്ടാൻ കാത്തിരിക്കുക. സാൻഡ് പേപ്പർ ഒക്കെ വന്ന് നോക്കും, വേർഡ് കാർഡ് നോക്കും. ഞാൻ അത്യാവശ്യം അതെ മിസ്സേ, നമ്മൾ ഉണ്ടാക്കിയ എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാരും പറഞ്ഞിട്ടില്ല. അതെ മിസ്, സത്യം. നമ്പർ ചാർട്ട് 2 നമ്പർ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അവരോട് ചോദിക്കും, വിച്ച് നമ്പർ കൊണ്ട് ചോദിക്കുമ്പോ അവർ ആൻസർ പറയും. അവർക്ക് 50 വരെ പഠിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് നമ്മൾ എന്തെങ്കിലും കൊണ്ടുവന്ന അവർക്ക് നമ്പർ വീട് പിക്ചർ വീലൊക്കെ അവർ തന്നെ കൈകൊണ്ട് ഇങ്ങനെ കറക്കും. ടീച്ചർ പറയും അത് കൊടുക്കണ്ട, കുട്ടികളെ നാശാക്കും പറയും. അത് കുഴപ്പമില്ല, അവര് നോക്കി. പിന്നെ എന്റെ ഒരു കളർ ടാബ് മിസ്സായി, ചിലപ്പോ ദോഷം ഉണ്ടാക്കേണ്ടി ക്ലാസ് പഠിപ്പിക്കുന്നതിന്റെ ഇടയിൽ. അത് വീട്ടിലെ കുട്ടികൾ ഉപയോഗിച്ചാലും നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോയ സ്കൂളിലെ ടീച്ചേഴ്സ് അത് തരുമോന്ന് ചോദിക്കും, അവിടെ കൊടുത്തിട്ട് വരും. അപ്പൊ അതൊന്നും നമ്മൾ വൈവയിൽ അതൊരു കുറവായിട്ട് കാണില്ല. അതൊക്കെ ശരിക്കും നമുക്ക് കിട്ടിയൊരു ക്രെഡിറ്റ് പോലെയാണല്ലോ. അതെ മിസ്, എനിക്ക് സ്കൂളിൽ പോയപ്പോ ലിറ്ററസി ഡേ ആയിരുന്നു. അവിടെ സെക്കൻഡ് ഡേ തന്നെ അവിടെ ലിറ്ററസി ഡേ ആഘോഷിക്കായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു ഭയങ്കര ചാലഞ്ചിങ് ആണ് ഈ ലിറ്ററസി ഡേ ആഘോഷിക്കുമ്പോ. കാരണം കുട്ടികളുടെ ടാലന്റ് പേരൻസ് നേരിട്ട് വന്നിട്ട് മനസ്സിലാക്കാണ് അവരുടെ റീഡിങ് സ്കിൽസും ഒക്കെ. അപ്പൊ ഈ ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നു പറഞ്ഞ ടെൻഷൻ അടിച്ചിരിക്കുമ്പോ ഞാൻ അങ്ങനെ പറഞ്ഞാണ് എന്റെ കയ്യിൽ മറ്റേ വീലുണ്ട്, അതൊക്കെ യൂസ് ചെയ്യാന്ന് പറഞ്ഞപ്പോ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ എല്ലാ സ്റ്റുഡൻസ് വന്ന് അതിൽ ട്രൈ ചെയ്യായിരുന്നു. നമ്മള് പിക്ചർ വീല്, നമ്പർ വീല്, ഇതെല്ലാം. പിന്നെ വേർഡ് വെച്ചിട്ടും വീല് ഉണ്ടാക്കി, എൻഡിങ് ലെറ്ററും സ്റ്റാർട്ടിങ് ലെറ്ററും ഒക്കെ അതൊക്കെ വെച്ച് ചെയ്തോണ്ട് എന്തായാലും നമ്മുടെ ഈ ഇതൊക്കെ അവർക്ക് അവിടെ യൂസ്ഫുൾ ആയി മിസ്സേ. എല്ലാം ഉപയോഗിക്കാൻ പറ്റി. നമ്മുടെ ടീച്ചിങ് പ്രാക്ടീസ് ആണ്. പിന്നെ ഷാരി പറഞ്ഞ പോലെ അംഗൻവാടി ആയതുകൊണ്ട് അതിന്റെ കുറെയൊക്കെ ബേസ് മോണ്ടിസോറി മെത്തേഡ് തന്നെയാണ്. ശരിയല്ലേ? ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. നമുക്കൊന്ന് എക്സ്ക്യൂസ് ചെയ്യാൻ, കാരണം ഇനി പോകാനുള്ള വല്ല ബുദ്ധിമുട്ടാണോ എന്ന്. പക്ഷേ ശരിക്കും നമ്മൾ ഈ മെത്തേഡ് അപ്ലൈ ചെയ്യുന്ന രീതിയിൽ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കും. കാരണം കുറെ കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണല്ലോ, അതാണ്. അപ്പൊ അതാണ് ആ ഒരു ഡിഫറൻസ്. പലരും എന്നോട് പറയും എനിക്ക് 10 വർഷം ടീച്ചിങ് പ്രാക്ടീസ് ഉണ്ട്, 15 വർഷമുണ്ട്, ഞാൻ ഇത് ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇറ്റ്സ് അപ് ടു ദം. ഞാനിതേ പറയാറുള്ളൂ, ഈ മെത്തേഡ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോഴാണ് അവരും ചിന്തിക്കുന്നത് കുറെ നാളെ ഒരു ചുമയല്ലേ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യും. മിസ്, ഞാൻ പോയത് ഞാൻ പറഞ്ഞില്ലേ മിസ്, ഒരു ഗവൺമെന്റ് സ്കൂളിലാണെന്ന്.
അപ്പോ എനിക്ക് അവിടെ ആദ്യം മോണ്ടിസോറി മെത്തേഡ് അല്ലായിരുന്നു. ഞാൻ പോയിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞിട്ടാണ് അവിടെ വർണ്ണക്കൂടാരം എന്ന് പറഞ്ഞ് അവർ ഉദ്ഘാടനം ചെയ്തത്. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ വളരെ ഹാപ്പി ആയത്. കാരണം നമ്മൾ പഠിച്ച ഓരോ കാര്യങ്ങളും, നമ്മൾ ചെയ്ത മെറ്റീരിയൽസ് എല്ലാം അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്ക ഓരോ ഇടത്തിലും. അത് നമ്മൾ എടുത്ത് അവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തത്. മിസ് ഇപ്പൊ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മളുടെ റെക്കോർഡിനകത്ത് 5th, അതിനകത്ത് സയൻസ്, പിന്നെ ജോഗ്രഫി, അതിനകത്ത് പിന്നെ മ്യൂസിക്കൽ, ഇതെല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക ഓരോ വാർഡ്രോബിലായിട്ട്. അത് അതിനകത്ത് ഒരു പ്രത്യേക രീതിയിൽ കളറൊക്കെ ചെയ്ത്. അപ്പൊ എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി. ഞാനും ആ കുട്ടികളെ പോലെ തന്നെ ആയെന്ന് വേണം പറയാൻ. അത്രയ്ക്ക് എനിക്കെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവരടുത്ത് പറഞ്ഞു കൊടുക്കുമ്പോഴേ അത് കേൾക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ ചുറ്റും വന്ന് നിന്നിട്ട് നമ്മളത് പറഞ്ഞു കൊടുക്കുമ്പോ അവരതിന്റെ ആ ആകാംക്ഷ കാണണം അത് കേൾക്കുന്നേ. നമ്മളൊരു ക്ലാസ് എടുക്കുന്ന പോലെ അല്ല, ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ ഉള്ള ആ രീതി ഭയങ്കര ഒരു അനുഭവമായിരുന്നു മിസ്സേ അത്. പിന്നീട് ഞാൻ 22 ദിവസം ചെയ്യേണ്ടത് ഞാൻ ഏകദേശം ഒരു 28 ദിവസത്തിൽ കൂടുതൽ ചെയ്ത് കറക്റ്റ് ടൈം ആയിരുന്നു തോന്നുന്നു പോയത്. പറ്റിയല്ലോ പറയുമ്പോഴേ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ക്ലാസ് ഇവര് ഓരോ എക്സ്പീരിയൻസ് പറയുമ്പോൾ എനിക്ക് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒന്നും അല്ല അംഗനവാടിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ചുനാൾ കോവിഡിന്റെ ടൈമിനായിരുന്നു ഞാൻ കയറിയത്. അപ്പൊ എനിക്ക് പിള്ളേരുമായിട്ടുള്ള അധികം ഇന്ററാക്ട് ചെയ്യേണ്ട ഇത് കിട്ടിയിട്ടില്ല. പിന്നെ കുറച്ച് നാൾ മാത്രമേ പിള്ളേരുമായിട്ടുള്ള ഒരു ഇത് ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഇവർ പറയുന്നത് കേൾക്കുമ്പോഴും എനിക്ക് ഇന്റേൺഷിപ്പ് ചെയ്യണം എന്നൊക്കെ, പക്ഷെ എനിക്ക് ലീവില്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് കാരണം എന്ന് വെച്ചാൽ ഒന്നും പറ്റുന്നുമില്ല. ഞാൻ ഇതിലേക്ക് ചേർന്നപ്പോ ഞാൻ ഇത്ര ഇതായിട്ട് നമ്മളെല്ലാരും ഡീപ്പായിട്ട് ഇറങ്ങേണ്ടി വരും എന്നുള്ള ഒരു ചിന്തയിലൊന്നും അല്ല ഞാൻ. എന്ന് വെച്ചാൽ മനസ്സിലായി, കുഴപ്പമില്ല. അങ്ങനെ നമ്മൾക്ക് അറിയില്ലല്ലോ. എല്ലാരും ഇതുപോലെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു സർട്ടിഫിക്കറ്റ് വേണം, ഒരു ജോലി എത്രയും പെട്ടെന്ന് വേണം, അങ്ങനെ വന്നതാ. പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് എല്ലാവർക്കും എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടെന്നുള്ളത്. നമുക്ക് അറിയില്ലാതെ ജോയിൻ ആവണതാണല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് വൈവയുടെ കാര്യങ്ങൾ അറിയണമെന്നല്ലേ പറഞ്ഞത്. നമ്മളെ പ്രാക്ടിക്കൽ സെഷനെ ഡിപ്ലോമക്കാർക്ക് 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. PGക്കാർക്ക് ഒരെണ്ണം എക്സ്ട്രാ ഉണ്ട്, 6 സെഷൻ. ഓരോ സെഷനും 100 മാർക്സ് ആണ് വൈവയില്. ഡിപ്ലോമ സ്റ്റുഡൻസിന് 500ലും പ്രാക്ടിക്കൽസ് തിയറി അല്ല ഞാൻ പറയുന്നത്, പ്രാക്ടിക്കൽസ് മാത്രം 500, PGക്കാർക്ക് 600. അതിലെ 500 5 സെഷൻ കോമൺ ആണ് 2 പേർക്കും. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മൾ ടീച്ചിങ് പ്രാക്ടീസ് പ്ലസ് വൈവ എന്നാണ് ആദ്യത്തെ സെഷന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അതില് 100 മാർക്കില് 50 മാർക്ക് ടീച്ചിങ് പ്രാക്ടീസിനും ഓവറോൾ വൈവയിലെ പെർഫോമൻസിന് ബാക്കി 50 മാർക്ക്. അതാണ് ടോട്ടൽ 100 വരുന്നത്. അപ്പൊ ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുള്ളവര് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ചിലപ്പോ ഒരു ഡെമോ കാണിക്കാൻ പറഞ്ഞാലും നമ്മൾ റെഡി ആയിരിക്കും. കാരണം വെച്ചാൽ ഓൾറെഡി നമ്മൾ പ്രാക്ടീസ് ചെയ്തോണ്ട്. ലാംഗ്വേജ് ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ നമ്മൾ ഷെയർ ചെയ്യുന്നത്? ലാംഗ്വേജ് ആകെ ഒരു കാര്യമുള്ളൂ, നിങ്ങള് വീട്ടിലിരിക്കുന്ന പോലെ വന്ന ബോഡി ലാംഗ്വേജ് ഒന്നും അങ്ങനെ ആവരുത്. ഇപ്പൊ ഡ്രസ്സിങ് ആണെങ്കിലും എല്ലാം നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കും, നമ്മുടെ ആ ഒരു പേഴ്സണാലിറ്റി, ആ ഒരു രീതികളൊക്കെ ഉണ്ടല്ലോ അത്. പിന്നെ ലാംഗ്വേജ് നിങ്ങളുടെ കംഫർട്ടബിൾ ലാംഗ്വേജ് യൂസ് ചെയ്യാം, മലയാളം ഓർ ഇംഗ്ലീഷ്. ഇനി മിക്സഡ് ലാംഗ്വേജ് ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ കൊളോക്കിയൽ ലാംഗ്വേജ് ഉപയോഗിക്കാതിരിക്കും. നമ്മളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാണ്, ഒരു പ്രൊഫഷണൽ ടച്ച് അതെന്തായാലും വേണം. അപ്പോ ടീച്ചിങ് പ്രാക്ടീസിന് 50 മാർക്സ്, ഓവറോൾ പെർഫോമൻസ് വൈവയിൽ വരുന്നതിന് ബാക്കി 50 മാർക്സ്. ഇനി റെക്കോർഡ്സ്, അതിന് 100 മാർക്സ്. നമുക്ക് 5 റെക്കോർഡാണുള്ളത്. 100 മാർക്സ് എന്ന് പറഞ്ഞാൽ ഓരോ റെക്കോർഡിനും 20 മാർക്ക്. നമ്മൾ പറഞ്ഞിട്ടുള്ള രീതികളിലൊക്കെ ആ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും എല്ലാത്തിന്റെയും പിക്ചേഴ്സ് ഒട്ടിക്കാൻ പറഞ്ഞത് ഒട്ടിക്കുക. പിന്നെ 20 മാർക്സ് ആണ് ഒരു റെക്കോർഡ് എന്ന് പറഞ്ഞു. അതിൽ സ്റ്റോറി റൈം നമ്മൾ സെൽഫ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. സെൽഫ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളവരുടെ റെക്കോർഡിന് അതിനനുസരിച്ചുള്ള ഒരു വാല്യൂ നമ്മൾ എന്തായാലും കൊടുക്കും, കാരണം അത്ര എഫേർട്ട് എടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ, റെക്കോർഡിന്റെ മാർക്കാണ് അത്രയും 100. പിന്നെ അസൈൻമെന്റ്സ് ആൻഡ് റിപ്പോർട്ട്. അസൈൻമെന്റ്സ് നിങ്ങൾ കുറെയൊക്കെ സബ്മിറ്റ് ചെയ്യാത്തിട്ടുണ്ടാവാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അസൈൻമെന്റ് നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ അതിനെ റിലേറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു അസൈൻമെന്റ് റാൻഡം ആയിട്ട് ചോദിക്കുമ്പോൾ അത് പ്രസന്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ അസൈൻമെന്റിന് 50 മാർക്കാണ്. സർവേ ചെയ്തതിനും അതിന്റെ റിപ്പോർട്ടിനുമാണ് ബാക്കി 50 മാർക്സ്. ആ ഒരു പ്രോജക്ട്, കാരണം അത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏത് കാലഘട്ടത്തിലും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ചൈൽഡ് കെയർ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പൊ അതിന് 50 മാർക്സ് ആണ്. അങ്ങനെയാണ് അവിടെ 100 മാർക്സ് ടോട്ടൽ വരുന്നത്.
പിന്നെ വരുന്ന ടീച്ചിങ് എയ്ഡ്സ്, നിങ്ങൾ ഉണ്ടാക്കിയ ടീച്ചിങ് മെറ്റീരിയൽസ്, അതിന്റെ ഒരു ലിസ്റ്റ് തന്നിട്ടില്ലേ? അത് തന്നിട്ടുണ്ട് മിസ്, റെക്കോർഡ് ഇതിലുണ്ട് ക്ലാസ് റൂമിലുണ്ട്. അതനുസരിച്ച് ആ ലിസ്റ്റിലുള്ളതൊക്കെ ഒന്ന് ചെയ്യാരോ ചോദിച്ചു എന്തൊക്കെയാ ഉണ്ടാക്കണ്ടേന്ന് ചോദിച്ചു, അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ അത് നമ്മളെല്ലാത്തിന്റെയും നമ്മൾ ഏറ്റവും ലോ കോസ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും എക്സ്പെൻസ് കുറച്ചിട്ടുള്ള ടീച്ചിങ് എയ്ഡ്സ്. അതെ, പറഞ്ഞ പോലെ സ്കൂളിൽ കൊടുത്തു, കുട്ടികളെടുത്ത് കളിച്ചു, അതിനെ കുറിച്ച് ഓർത്തൊന്നും ബോധർ ചെയ്ത് രണ്ടാമത് ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ട. അതൊന്നും കുഴപ്പമില്ല. കാരണം നമ്മൾ തമ്മിലൊരു ട്രസ്റ്റ് ഉണ്ടല്ലോ, നിങ്ങൾ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു, ആ ഒരു ട്രസ്റ്റ്, അതാണ് ഇതിന്റെ ഒരു മെയിൻ കാര്യം. മോണ്ടിസോറി മെത്തേഡിൽ അതാണ് ശരിക്കും വരുന്നത്. തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ക്വാളിറ്റിയാണ് ശരിക്കും ഈ മെത്തേഡിലൂടെ ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ മോണ്ടിസോറി അപ്പാരറ്റസ് എന്ന് പറഞ്ഞൊരു സെഷൻ ഉണ്ട്. അതാണ് നിങ്ങളുടെ പ്രാക്ടിക്കൽ സെഷൻ. ആ ഡോക്ടർ മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസിനെ കുറിച്ച് നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കി, അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ റാൻഡമായിട്ട് ചോദിക്കാം. അപ്പം ഞാൻ പൊതുവേ ചോദിക്കാറ്, പ്രാക്ടിക്കൽ സെഷനൊക്കെ അറ്റൻഡ് ചെയ്തു അല്ലെങ്കിൽ ഡെമോ ക്ലാസ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ടാണല്ലോ നമ്മുടെ വൈവ, നിങ്ങൾക്ക് ഏറ്റവും അട്രാക്ഷൻ തോന്നിയ മെറ്റീരിയൽ ഏതാണ്? അതൊരു ട്രാപ്പാണ് കേട്ടോ. കാരണം നമ്മളോട് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ ബയോഡേറ്റയിലെ ഹോബി എഴുതിയിട്ടുണ്ടാകും, ഹോബിയിൽ പിടിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാറില്ലേ? അപ്പൊ ഇതൊരു എന്റെ ഒരു ട്രാപ്പാണത്. പിങ്ക് ടവർ എന്ന് പറയും. നമ്മൾ പറയുന്ന ആ ഒരു ഇതിനെ കുറിച്ചായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കണേ. ഏറ്റവും ഇഷ്ടം പിങ്ക് ടവർ. ഒരു ധാരണ വന്നൂലോ മിസ്, ട്രാപ്പ് ചെയ്യുന്നുള്ള ധാരണ ഞങ്ങൾക്ക് വന്നില്ല. അതെ അതെ. അപ്പൊ പിങ്ക് ടവർ എന്ന് പറയുമ്പോ ഞാൻ ചോദിക്കുക എത്ര സെഗ്മെന്റ്സ് ഉണ്ട് പിങ്ക് ടവർ? അപ്പൊ എന്നോട് ചോദിക്കും മിസ് 6 ആണോ മിസ് 7 ആണോ? പിങ്ക് ടവർ അത്ര ഇഷ്ടമാണ്, പക്ഷെ പിങ്ക് ടവറിൽ എത്ര ഭാഗങ്ങൾ ഉണ്ടെന്ന് ചോദിക്കുമ്പോ കൺഫ്യൂഷൻ ആയില്ലേ? അത്രേ ഉള്ളൂ. അത് അങ്ങനെ ചോദിക്കും. പിന്നെ ഏതെങ്കിലും ഒരു മെറ്റീരിയലും കൂടെ ഞാനൊന്ന് റാൻഡം ആയിട്ട് ചോദിക്കും. അപ്പം നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചായില്ലേ. പലപ്പോഴും എല്ലാവർക്കും മോണ്ടിസോറി അപ്പാരറ്റസിനാണ് മാർക്ക് കുറയാറ്. ഭയങ്കര കൺഫ്യൂഷൻ ആയി പോകും. കാരണം എന്നോട് തിരിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയയാണ് മോണ്ടിസോറി അപ്പാരറ്റസ്. കളർ ടാബ്ലറ്റ്സ് എത്ര ടൈപ്പ് ഇട്ട്? 5 എണ്ണാണോ മിസ്? 7 എണ്ണാണോ മിസ്? നിങ്ങൾ പേടിക്കുന്നുണ്ട്. വളരെ രസകരമായ ഒരു 10 മിനിറ്റ് ആയിരിക്കും നമ്മൾ ഷെയർ ചെയ്യണം. ഞാൻ 10 മിനിറ്റ് ഒന്നുമല്ല, അതിൽ കൂടുതൽ ടൈം എടുക്കാറുണ്ട് കേട്ടോ. പിന്നെ പുറകിൽ വെയിറ്റ് ചെയ്ത് ആരെങ്കിലും വന്ന് കയറുമ്പോൾ അവരോട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കയറാൻ പറയും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഏറ്റവും കൂടുതൽ അറിയുന്നത് വൈവയിലാണ്. എനിക്ക് ഇത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ ഉള്ളിൽ മോണ്ടിസോറി മെത്തേഡ് കയറിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വൈവ നടത്തുന്നത്. വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല. കാരണം അങ്ങനെ നിരാശപ്പെടുത്തുന്നതായിട്ടുള്ള അനുഭവങ്ങൾ 1-2 ഉണ്ടായിട്ടുള്ളൂ. കാരണം ക്ലാസ് ഒട്ടും കാണാത്തവര്, ഇങ്ങനെ എഴുതാൻ ഒട്ടും എഴുതാത്ത ഒരു കുട്ടിയെ എങ്ങനെ നിങ്ങൾ എഴുതിപ്പിക്കുന്നു ചോദിച്ചപ്പോ എന്താ കൈ പിടിച്ച് നിർബന്ധിച്ച് എഴുതിപ്പിക്കുന്ന എന്നോട് പറഞ്ഞു. നീ ഭയങ്കര ഡെസ്പായി. ക്ലാസ് ഒട്ടും കയറാത്തതിന്റെ അവൻ എനിക്ക് ഭയങ്കര വിഷമമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു ഇങ്ങനെയാണ്. അപ്പം അങ്ങനെ മോണ്ടിസോറി മെത്തേഡ് കയറിയിട്ടില്ലാത്ത കുട്ടികളാണ് എനിക്ക് പിന്നെ ഫേവറേറ്റ് കുട്ടികൾ. ബാക്കിയുള്ളവർ ഫേവറേറ്റ് അല്ല എന്നല്ല, അവർക്ക് എന്നെ ഏത് സമയത്തും കോണ്ടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് മനസ്സിലാക്കണമെങ്കിൽ എന്നെ എപ്പോ വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ അവർക്ക് നമ്പർ കൊടുക്കും. അവർക്ക് ക്ലാസ്സിലേ അവർ കയറിയിട്ടുണ്ടാവില്ല. അങ്ങനെ 1-2 അനുഭവങ്ങളേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ അതാണ് വൈവയിൽ ശരിക്കും നടക്കുക. ഇനി ഇത് PGക്കും ഡിപ്ലോമയ്ക്കും കോമൺ ആണ് ഇത്രയും ഏരിയ. PGക്കാർക്ക് എക്സ്ട്രാ ഒരു സെമിനാർ ഉണ്ട്. പലപ്പോഴും നിങ്ങൾ ക്ലാസ്സിൽ പല ടോപ്പിക് സെമിനാർ എടുത്തിട്ടുണ്ടാവും. അതല്ല, PGയുടെ ടോപ്പിക് റിലേറ്റഡ് സെമിനാർ എടുക്കണം. 4th മോഡ്യൂളും 5th മോഡ്യൂളാണ് PGയുടെ ടോപ്പിക്സ്. അത് റിലേറ്റഡ് സെമിനാർ എടുക്കുക. നല്ലൊരു ടോപ്പിക് സെലക്ട് ചെയ്ത് സെമിനാർ എടുക്കുക. സെമിനാർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈവയിൽ അത് 2 മിനിറ്റ്സിലാണ് നിങ്ങൾ ബ്രീഫ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ ചെയ്യാനുള്ള അവസരം കിട്ടും. ക്ലാസ് തുടങ്ങുമ്പോൾ ക്ലാസ്സിൽ കയറുന്നവർക്ക് ക്ലാസ് റൂമിൽ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് 10 മിനിറ്റ് കിട്ടും. 5 to 10 മിനിറ്റ്സ് കിട്ടും. അവിടെ പ്രസന്റ് ചെയ്താലും നമ്മൾ തന്നെ സെലക്ട് ചെയ്യാം. ടോപ്പിക് ഏത് വേണം? 4th മോഡ്യൂളില് ടോപ്പിക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഇനി അതല്ല, എനിക്ക് ടോപ്പിക് സെലക്ട് ചെയ്യാൻ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ നല്ലൊരു ടോപ്പിക് സെലക്ട് ചെയ്യുക. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളുടെ മാർക്ക് ലിസ്റ്റില് സെമിനാർ എന്നും പറഞ്ഞിട്ട് ഈ 100 മാർക്കിൽ ഈ മാർക്ക് കിടക്കും. അപ്പൊ എവിടെയെങ്കിലും ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവര് ചോദിക്കും എന്താ നിങ്ങൾ സെമിനാർ എടുത്തതെന്ന് ചോദിക്കും. ഈ മാർക്ക് ലിസ്റ്റിലെ മാർക്ക് കാണുമ്പോൾ. അപ്പൊ നമ്മൾ അതിന്റെ റിപ്പോർട്ടും പ്രിപ്പയർ ചെയ്ത് വെക്കണം.
പക്ഷെ നമ്മൾ ഇത്തിരി ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടിക്കില്ല. റിപ്പോർട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കയ്യിൽ വെച്ചാൽ മതി എന്ന് പറയും. കാരണം കയ്യിൽ വെക്കണം നിർബന്ധമായിട്ടും. കാരണം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ റിപ്പോർട്ടൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ കോഴ്സിന്റെ ഓതന്റിസിറ്റിയെ അവർ സംശയിക്കും. ഈ കോഴ്സ് ജെനുവിൻ അല്ല, വെറുതെ എന്തോ സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് വന്നിരിക്കും. അതേസമയം നമ്മളൊരു റിട്ടേൺ റിപ്പോർട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റി നല്ല നോളജും ഉണ്ടെങ്കിൽ, ശരിക്കും മോണ്ടിസോറി കഴിഞ്ഞവർ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഒട്ടും ടെൻഷൻ ഇല്ലാതെ പോയിരിക്കുന്നത് നമ്മുടെ പല ബാച്ചിലും. കാരണം അവർക്കെല്ലാം അറിയാം. നമ്മുടെ ഒരു ബാച്ചിലെ ഒരു കുട്ടി ഈ ബിഗ് ഷോപ്പറിലെ എല്ലാ സാധനങ്ങളുമായിട്ടാ പോയി. എന്നോട് ചോദിച്ചു, ഞാൻ ഇന്റർവ്യൂവിന് പോവാ, എന്താ ചെയ്യേണ്ടത്, ഞാൻ എന്തൊക്കെ എടുക്കണമെന്ന്. ഞാൻ എല്ലാം കയ്യിലെടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ കയ്യിലെടുത്ത് കൊണ്ടുപോയി. അവർ ഭയങ്കര ഇംപ്രസ്ഡ് ആയി. കാരണം ഇത് തിയറി അല്ലല്ലോ, തിയറി കോഴ്സ് അല്ല, മെയിൻലി ഇത് ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. ഇതൊക്കെയാണ് വൈവയിൽ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് തിയറി ക്ലാസ്സസ് എടുക്കുന്ന ടീച്ചേഴ്സ് തന്നെയായിരിക്കും വൈവയില്, പുറത്തൊന്നും അങ്ങനെ ആരുമില്ല. ഞങ്ങൾക്കൊക്കെ 1.5 മണിക്കൂറായിരുന്നു വൈവ, അത് പുറത്തുനിന്നുള്ളവരായിരുന്നു. അവിടെ ടോർച്ചറിങ് ആയിരുന്നു, ഹറാസ്മെന്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെയില്ല. നമ്മൾക്ക് നിങ്ങൾക്ക് ജയദേവ് സാർ അത് പറയും, നമ്മുടെ പിള്ളേരെ വിഷമിക്കരുത് ടീച്ചറെ, ബുദ്ധിമുട്ടിക്കരുത് ടീച്ചറെ എന്ന് പറയും. അങ്ങനെ മിസ്സേ, ഞങ്ങളുടെ മിസ്സുമാര് ഞങ്ങളെ ഹറാസ് ചെയ്യത്തില്ലെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. നമുക്ക് വേറെ റീജിയൻ സെന്ററിലെ ടീച്ചറാ വരുന്നത്. നിങ്ങൾ കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല അവരെ ലൈഫില്. ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 മണിക്കൂർ നമ്മൾ ചെയ്ത ഈച്ച് ആൻഡ് എവറിതിങ് അവർ ചോദിച്ചു. അത് ഇംഗ്ലീഷിലായിരുന്നു. അങ്ങനെയൊക്കെ ഭയങ്കര ഇതൊക്കെയായിരുന്നു. അപ്പൊ സെമിനാറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും, അങ്ങനെയല്ലേ? സെമിനാറിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കില്ല. ആ ക്ലാസ്സിൽ 2 minutes നിങ്ങൾ ആ ടോപ്പിക്കിനെ പറ്റി നല്ല പോലെ ഒന്ന് പ്രസന്റ് ചെയ്യണം. ശരിക്കും വൈവയുടെ ടൈം കിട്ടും. ക്ലാസ്സിലാവുമ്പോ ക്ലാസ്സിലെടുത്തു കഴിഞ്ഞാൽ വൈവ ടൈമിൽ ഞാൻ ചോദിക്കാറില്ല. ക്ലാസ്സിൽ ചിലപ്പോൾ ഞാനാണ് എടുത്തെങ്കിൽ ഞാൻ ആ മാർക്ക് ഓൾറെഡി ക്ലാസ് ടൈമിൽ തന്നെ ഇട്ടിട്ടുണ്ടാവും. ഇനി വേറെ ടീച്ചേഴ്സ് ആണെങ്കിൽ ഞാൻ അവരുടെ നിന്ന് മാർക്ക് കളക്ട് ചെയ്ത് അങ്ങനെ വന്നിട്ട്. പിന്നെ വൈവയുടെ സ്ലോട്ട് ഇടുന്ന സമയത്ത് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഒട്ടും കയറാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കാര്യം, ജോലിയോ പേഴ്സണൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നേരത്തെ തന്നെ ഇൻഫോം ചെയ്യുക. കാരണം വൈവയുടെ സ്ലോട്ട് നേരത്തെ തന്നെ കിട്ടും. അറ്റ്ലീസ്റ്റ് 1 ദിവസം 2 ദിവസം മുമ്പ് തന്നെ ഗ്രൂപ്പിൽ സ്ലോട്ട് വരും. അപ്പൊ ആ ടൈം നോക്കിയിട്ട് ആ ടൈമിൽ കയറാൻ പറ്റില്ലെങ്കിൽ ഇൻഫോം ചെയ്യാം. അല്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമില് നമ്മൾ ആക്ടിവിറ്റീസ് ഒക്കെ റെഡിയാക്കി വെക്കണം, കാണിക്കാനുള്ള ടൈമില്. അതെ, വീട്ടിലെ റൂമിലാണെങ്കിൽ ടേബിളിലോ നിലത്തോ ബെഡിലോ ഒക്കെ ഡിസ്പ്ലേ ചെയ്തങ്ങിട്ട് ടീച്ചിങ് മെറ്റീരിയൽസിനെ കുറിച്ച് പേപ്പർ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ കാണിക്കേണ്ടി വരുള്ളൂ മിസ്, അല്ലെങ്കിൽ കാലത്തേക്കൊന്നും എവിടെയെങ്കിലും കൊളുത്തി ഇത് കർട്ടന്റെ അവിടെയോ ഒക്കെ കൊളുത്തി ഇടാൻ പറ്റില്ല. അല്ലെങ്കിൽ മറ്റേ സെക്കൻഡ് ടൈപ്പ് വെച്ചിട്ട്. ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ? അങ്ങനെ ആ സമയത്ത് ഞാനും കുഞ്ഞും തന്നെയാവുമ്പോ കുഞ്ഞ് ആ സമയത്ത് വന്ന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കുമോ എന്നൊരു ഡൗട്ട്. സാധനങ്ങളൊക്കെ നേരത്തെ, കാരണം ഒറ്റയ്ക്ക് മാറ്റിയിരുത്താൻ പറ്റില്ലല്ലോ. അതൊരു ഐശ്വര്യം കുഞ്ഞും തന്നെയല്ലോ, ഞങ്ങളും ഉണ്ടല്ലോ, അതൊരു പ്രശ്നമില്ല. ചിലര് കുട്ടികളെ മടിയിൽ വെച്ചിട്ടിരുന്ന വൈബ് അറ്റൻഡ് ചെയ്യുന്നത്. അതല്ല, എന്തെങ്കിലും കലവില പറഞ്ഞുകൊണ്ടിരിക്കുക, എടുത്ത് കളയോ അങ്ങനെയെങ്കിലും ചെയ്യുമോ അത് പ്രോബ്ലം ഇല്ല. ഇവിടെ എന്തൊക്കെയാ ചെയ്യണേന്നൊന്നും അറിയില്ല മിസ്, ടെൻഷനിലാണ് ഞാനിരിക്കും. മനസ്സിലായി. ഓക്കെ, അത് പ്രശ്നമില്ല. അതിനെ കുറിച്ച് ഓർത്ത് പോകത്തില്ല. പിന്നെ നിങ്ങൾക്ക് ജോലി ടൈമിലാണ് വേറെ ഏതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നേരത്തെ ഒന്ന് ഇൻഫോം ചെയ്യാം. അല്ലെങ്കിൽ ഇൻഫോം ചെയ്യാതിരിക്കുമ്പോൾ പറ്റുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ടീച്ചേഴ്സ് വന്ന് വെയിറ്റ് ചെയ്യും. ഒരു 10 മിനിറ്റ് അല്ലേ, അവര് വന്ന് ഇങ്ങനെ ഇരിക്കും. കുട്ടി ജോയിൻ ആവേണ്ട ആള് ട്രെയിനി വന്നിട്ടുണ്ടാവില്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് പ്രോബ്ലം ഉണ്ടാവില്ല. ഞാൻ ഈ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരാളല്ലേ, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരിക്കുന്ന ടീച്ചേഴ്സിന് അത് ഒത്തിരി ബുദ്ധിമുട്ടായി പോകും. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ജെനുവിൻ ആയിട്ട് എന്തെങ്കിലും റീസൺസ് ഉണ്ട്, എനിക്ക് ഈ ഒരു സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ലാസ്റ്റ് തന്നാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ അതൊക്കെ കൺസിഡർ ചെയ്യും. പക്ഷെ എല്ലാവരും ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഓക്കെ, അപ്പം ഒരു ഏപ്രിൽ പകുതിക്ക് ശേഷം, വിഷുവിന് ശേഷം നിങ്ങൾ റെഡി ആയിരിക്കും, വൈവ സ്റ്റാർട്ട് ചെയ്യാറാകും. ഓക്കെ, ഇനി ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ വൈവ റിലേറ്റഡ്? ഇല്ല മിസ്, എല്ലാം ക്ലിയർ. അപ്പൊ ഇന്നത്തെ സെഷൻ മുഴുവൻ ഇതായിരുന്നു. ഇന്ന് ക്ലാസ് കേൾക്കാനായിട്ട് ഓടി പകൽ വരാൻ പറ്റാത്തവർ വന്നിരുന്നു തോന്നുന്നു. ഓക്കെ, നമ്മളിപ്പോ എടുക്കുന്ന പാർട്ട് 3യുടെ സെഷൻ ഇത്തിരി ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഡോക്ടർ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത തിയറിയാണത്. പക്ഷെ എന്നാലും ഇതുവരെയും എടുത്ത ഈ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. ക്ലിയർ ആണോ?
നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ അല്പം ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ അവർ വളരെ ഹാപ്പി ആയിട്ട് നമ്മളെ ഫോളോ ചെയ്യും. അവര് പിന്നെ നമ്മളെ അനുസരിക്കാൻ തുടങ്ങും. മിസ് അതെ ഒരു കാര്യം ചോദിക്കാനുള്ളതേ, ഞാൻ മറ്റേ ആൽഫബറ്റിന്റെ ലെറ്റേഴ്സില്ലേ അത് ഗ്ലിറ്ററും പേപ്പറിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നതേ. അപ്പൊ മിസ് പറഞ്ഞില്ലേ അത് സാൻഡ് പേപ്പറിൽ ചെയ്യണമെന്ന്. അപ്പൊ ഞാനതൊരു 10 ചെയ്തിട്ടുള്ളൂ, ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും നമ്പേഴ്സും. പക്ഷെ ഗ്ലിറ്റർ പേപ്പർ കൊണ്ട് ചെയ്തതും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതെന്താ സംഭവം വെച്ചാലേ ഇതെന്താ കുറച്ച് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്നേ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അതുകൊണ്ടാണെന്ന് പറയാൻ വേണ്ടിട്ട് ഞാൻ അതും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ 10 ചെയ്തിട്ടുള്ള കുഴപ്പമില്ലല്ലോ? ഇല്ല, കുഴപ്പമില്ല. പക്ഷെ നമ്മള് ഈ ഒരു ഫീൽഡിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ മുഴുവനും ചെയ്യുന്നത് നന്നായിരിക്കും പിന്നീടാണെങ്കിലും. കാരണം വേറെ ഒന്നുമല്ല, ഗ്ലിറ്റർ പേപ്പർ ഒരിക്കലും കുട്ടികളുടെ മുന്നിൽ കൊടുക്കാൻ പറ്റില്ല. കാണുമ്പോഴൊക്കെ അവർക്ക് ഇഷ്ടമായിരിക്കും, പക്ഷെ സ്റ്റിമുലേഷൻ നടക്കില്ല. അവർ വിരലുകൊണ്ട് ട്രേസ് ചെയ്യുമ്പോൾ പിന്നെ വിരലിലൊക്കെ ഗ്ലിറ്റർ വന്നിരിക്കും, അവർ മൂക്കിലും വായിലും ഒക്കെ വെക്കും. അതുകൊണ്ടാണ് അതൊന്ന് അവോയ്ഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. ശരിയാണ് മിസ്. ആ ഒരു മറ്റേതിന്റെ സ്റ്റിമുലേഷൻ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യില്ല സാൻഡ് പേപ്പറിന്റെ. കാരണം നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ മണ്ണിലെഴുതി പഠിച്ചിട്ടില്ലേ, അതേ എഫക്ട് തന്നെയാണ്. ഞങ്ങളെല്ലാരും ഗ്ലിറ്ററിംഗ് പേപ്പറിലാ ചെയ്ത്. ആരാണോ അതെന്ത് ക്ലാസ്സിൽ ഞാൻ ഗ്ലിറ്റർ പറഞ്ഞിരുന്നോ? ഞാൻ സാൻഡ് പേപ്പർ എന്നല്ലേ പറഞ്ഞത്? അല്ല മിസ്, ഞങ്ങൾ കുറെ പേര് ഡിഫറെന്റ് പേപ്പറിൽ ചെയ്തായിരുന്നു. പിന്നെ മിസ്സോട് ചോദിച്ചപ്പോ മിസ് പറഞ്ഞല്ലോ അന്ന്, അങ്ങനെ പറഞ്ഞപ്പോ ടൈം കിട്ടിയപ്പോ മാറ്റി. ഓക്കെ പിൻസി, ഒരു കാര്യം ചെയ്തവരെല്ലാരും ഒരു അറ്റ്ലീസ്റ്റ് 4 ക്യാരക്ടേഴ്സ് എങ്കിലും ഒന്ന് ചെയ്തു വെക്കും ഫോർ വൈവ. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, വേറെ ടീച്ചേഴ്സ് ആണ് വൈവ എടുക്കുന്നതെങ്കിൽ ടീച്ചർമാർ എന്നോട് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ കണ്ടു, എന്താ ചെയ്യേണ്ടതെന്ന് അവർ ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞോളാം കേട്ടോ. ഓക്കെ, വാവകളൊക്കെ വന്നിരിക്കുന്നു. അപ്പൊ ഒരു രക്ഷയില്ല മിസ്, തനിയെ വന്നിരിക്കണോ? അതെ, അവിടെ ഇരുന്ന് എന്റെ പൗഡർ മുഴുവൻ ഇട്ട് കളിക്കുമായിരുന്നു. അമ്മയെപ്പോലെ സുന്ദരിയാവാൻ നോക്കുവാണോ? എന്താന്നറിയില്ല, 3ാമത്തെ പൗഡറാണ് മിസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ആ PDF വായിച്ചു നോക്കി കൺഫ്യൂഷൻ ആവണ്ട. ക്ലാസ് ഒന്ന് ഫോളോ ചെയ്തിട്ട് PDF നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അതിൽ ഇംഗ്ലീഷും ആ ഒരു ലാംഗ്വേജ് നമുക്കൊന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ ഇച്ചിരി പാടാം. അതുകൊണ്ടാണ് നമ്മൾ എക്സ്പീരിയൻസിനെ കണക്ട് ചെയ്ത് പറയുന്നത്. ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കുട്ടികൾക്ക് വർക്ക് ചെയ്യാനുള്ള ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർ ഇൻഡിപെൻഡന്റ് ആകുന്നു. അവർക്ക് ഇഷ്ടമുള്ള വർക്ക് ആവുമ്പോൾ അവർ ശ്രദ്ധിച്ച് ചെയ്യുന്നു. അവരുടെ കോൺസെൻട്രേഷനും പവർ ഓഫ് അറ്റൻഷനും കൂടുന്നു. അങ്ങനെ അവർ ഇഷ്ടമുള്ള കാര്യമാവുമ്പോൾ അവർ ചുറ്റുപാടിനെയോ മറ്റുള്ളവരെയോ ഡിസ്റ്റർബ് ചെയ്യാതെ അവർ വളരെ ഡിസിപ്ലിനോട് കൂടി ചെയ്യുന്നു. അപ്പൊ സെൽഫ് ഡിസിപ്ലിൻ ആണ് അവർക്ക് ഉണ്ടാകുന്നത്. ജയശ്രീച്ചിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പൊ നമ്മൾ അവർക്ക് അങ്ങനെയുള്ള ഒരു സ്പേസും മെറ്റീരിയൽസും, അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു മെറ്റീരിയൽസും സ്പേസും ടൈമും പ്രൊവൈഡ് ചെയ്യുമ്പോൾ കുട്ടികള് നമ്മളെ ഫോളോ ചെയ്യും, നമ്മളോട് ഒബീഡിയൻസ് ഉള്ളവരായിരിക്കും, അവര് നമ്മളെ അനുസരിക്കാൻ തുടങ്ങും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ടോപ്പിക്കിൽ പറഞ്ഞതെന്നാണ് എന്റെ ഓർമ്മ. ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എന്താ പറഞ്ഞേ, നമ്മൾ പറയും പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരാള് വലുതായി ഭയങ്കര നല്ല രീതിയിൽ ഡ്രസ് ചെയ്യുന്നതാ, അങ്ങനെ ഒരു കൺസെപ്റ്റ് പണ്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്കറിയാം പേഴ്സണാലിറ്റി അതല്ല, അത് മാത്രല്ല പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ചെറുപ്പം തുടങ്ങിയ കുട്ടികളിൽ ഡെവലപ്പ് ആകുന്ന ഒന്നാണ് പേഴ്സണാലിറ്റി. ആ ഒരു വിൽ, ഒരു നമ്മള് സെൽഫ് ഉണ്ടാകുന്നത് എന്ന് പറയുന്നത്, അവനവന്റേതായ ഒരു കഴിവില് നമ്മളിങ്ങനെ ഷൈൻ ചെയ്ത് വരുന്നത് തന്നെയാണ് പേഴ്സണാലിറ്റി. അപ്പൊ അത് കുട്ടികളിൽ ചെറുപ്പത്തിലേ തുടങ്ങണമെങ്കിൽ ഇനീഷ്യലി നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് ഫ്രീഡം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് അവരുടെ ഉള്ളിലുള്ള കഴിവുകൾ പുറത്തേക്ക് വരുള്ളൂ. നമ്മൾ ഫ്രീഡം കൊടുക്കാതെ അവരെ റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പല കാര്യങ്ങളും പുറത്തേക്ക് വരില്ല, വളർച്ച മുരടിച്ചു പോകും. ഇതൊക്കെയാണ് നമ്മളിപ്പോ പറഞ്ഞു വന്നത്. ഡോക്ടർ മോണ്ടിസോറിയുടെ ഒബ്സർവേഷൻസ് ആയിരുന്നു ഇത്. അപ്പൊ നിങ്ങള് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരിക. പിന്നെ ഫർദർ റീഡിങ്സ് പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് ക്ലാസ് ലീഡ് ചെയ്യാൻ പറ്റും, ഞാൻ ക്ലാസ് ലീഡ് ചെയ്യാം, അങ്ങനെയൊക്കെ തോന്നുവാണെങ്കിൽ യു ക്യാൻ ലീഡ് ദ ക്ലാസ്. കാരണം നിങ്ങൾ എല്ലാവരും ഫെസിലിറ്റേറ്റേഴ്സ് ആയി കഴിഞ്ഞു.
നമ്മൾ തുടക്കത്തിൽ അതിന്റെ ഒരു ജേർണിയിലായിരുന്നു. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഫെസിലിറ്റേറ്റേഴ്സ് ആയി കഴിഞ്ഞു. ആഫ്റ്റർ ടീച്ചിങ് പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെസിലിറ്റേറ്റർ ആകുക എന്നുള്ളത് തന്നെയാണ്. പോകാൻ പറ്റാത്തവര് മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ നമുക്കും തോന്നും എന്റെ ഉള്ളിലും ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ. എല്ലാവരും തന്നെ ഫെസിലിറ്റേറ്റേഴ്സ് തന്നെയാണ്. സോ അതുകൊണ്ടാണ് ക്ലാസ് ലീഡ് ചെയ്യാൻ നോ പ്രോബ്ലം എന്ന് പറഞ്ഞത്. ഞങ്ങളുടെ ട്രെയിനർ ചില ദിവസങ്ങളിൽ വരില്ല. ഞങ്ങൾക്ക് മോർണിംഗ് 10 o'clock to 5 o'clock വരെ ക്ലാസ്. അപ്പം ആള് വരില്ല, കീ അവിടെ ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടാവും, ഞങ്ങളോട് തുറന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോളാം പറയും. ഞങ്ങൾ തന്നെയാണ് അന്നത്തെ ക്ലാസ്സിന്റെ സെഷൻസ്. നമുക്ക് പിന്നെ ഇങ്ങനെ ഒരു വിർച്വൽ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് അങ്ങനെ ചെയ്യാനൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ ചിലപ്പോൾ ലേറ്റ് ആവുമ്പോൾ ഞാൻ ക്ലാസ്സിൽ കയറുമ്പോൾ പറയും, ഞാൻ ലേറ്റ് ആയതിനെ ഒന്ന് ന്യായീകരിക്കണമല്ലോ, നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങാമല്ലോ, നിങ്ങൾ ഫെസിലിറ്റേറ്റേഴ്സ് ആണല്ലോ എന്ന് പറഞ്ഞ് ഞാനങ്ങ് തുടങ്ങും. പക്ഷെ അതൊരു അവസരമാണ് കേട്ടോ, അതങ്ങ് എടുത്തോളാം, ക്ലാസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഫൈൻ. സോ നമുക്ക് എന്നാ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ മിസ്, താങ്ക് യു. താങ്ക് യു സോ മച്ച്. ബൈ. മാം സൈൻ ഔട്ട്. സൈൻ ഔട്ട് എന്ത് ഞാൻ മറന്നു. സൈൻ ഔട്ടിനെ ഞാനാണോ? ആരാ എനിക്ക് ക്ലാസ്സിനെയാണോ? ആ. Thank you, ma'am, for your wonderful class. Thank you, everyone, for attending the class. Today, we discussed about the Viva points and some doubts relating to the project record and everything. Thank you, ma'am. Thank you, miss. Thank you, Hasna. Thank you all. Bye. Thank you, ma'am. Good night. Thank you, Jayashree. Thank you all. Thank you, Hasna. മാം എന്നെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ജയശ്രീ ചേച്ചി പറഞ്ഞു. നാട്ടിലെത്തി മാം, ഞങ്ങള് കഴിഞ്ഞ സാറ്റർഡേ തിരിച്ചെത്തിയായിരുന്നു. പറഞ്ഞു എന്നോട് ജയശ്രീ. കാരണം ഐശ്വര്യ വന്നു കഴിഞ്ഞപ്പോഴല്ലേ അവിടെ ഇഷ്യൂസ് ഒക്കെ തുടങ്ങിയത്. ഐശ്വര്യ വന്നിട്ട് മണപ്പുറത്ത് പോവാന്നൊക്കെ പറഞ്ഞിരുന്നതാണ് മിസ്, അതുകൊണ്ട് ഇത്തവണ പോയില്ല. ഒന്നും നടന്നില്ല മിസ്. വന്നു കഴിഞ്ഞപ്പോ ഞങ്ങള് കുറച്ച് അമ്പലങ്ങളിലൊക്കെ പോവാനുണ്ടായിരുന്നു, അങ്ങനെ പോയി. പിന്നെ കുഞ്ഞിന് വന്നപ്പോ തന്നെ കോൾഡും കാര്യങ്ങളൊക്കെ ആയി. അതുകൊണ്ട് അമ്പലത്തിൽ പോക്ക് അതൊന്ന് കുറഞ്ഞപ്പോ അങ്ങോട്ട് പോയി. ഇല്ലെങ്കിൽ പിന്നെ പോവത്തില്ല. അങ്ങനെ മൂകാംബികയിൽ പോയി കുഞ്ഞിനെ എഴുത്തിനിരുത്തി, ആറ്റുകാൽ പൊങ്കാലക്കൊക്കെ പോയി. വന്നു കഴിഞ്ഞപ്പോ പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ പോയി മിസ്, ഇവിടെ മാത്രം വരാൻ പറ്റിയില്ല. അവസരം ഉണ്ടല്ലോ. ഇപ്പം നിങ്ങളുടെ ഭാഗത്ത് മാം, ഇവിടെ പ്രോബ്ലം ഉണ്ട്. നമുക്ക് അലാം വരും ആ ഒരു ടൈം ആകുമ്പോഴേക്കും. ചിലപ്പോ ഡെയിലി ഒരു 4 times ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മള് സേഫ് ആയിട്ട് തന്നെ ഇപ്പൊ അടുത്തുള്ള എവിടെയാണോ അവിടെ സേഫ് ആയിട്ട് ഇരിക്കുക. പക്ഷെ ആളുകൾ പുറത്തു കൂടെ ഒക്കെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞൊരു 15 minutes കഴിയുമ്പോൾ ഓക്കെ ആയി എന്ന് പറഞ്ഞിട്ട് വരും. ആ ഒരു സമയത്ത് അവര് മിസൈലിന്റെ തടുക്കുന്നതും ആ ഒരു സൗണ്ട് ഒക്കെ കേൾക്കാം, പൊട്ടുന്നതും. നമ്മളുടെ ഡേറ്റ ഓൺ ചെയ്യുമ്പോൾ, അതായത് നെറ്റ് ഓൺ ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻസ് വരുമ്പോ അങ്ങനെ എന്തെങ്കിലും കലാം വരാറുണ്ടോ? ഇല്ല മാം, അങ്ങനെയില്ല. നമ്മളിപ്പോ ഓൾറെഡി വൈഫൈ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ കൂവിക്കൊണ്ടേ ഇരിക്കും അത് വന്നുകൊണ്ടിരിക്കുമ്പോ. ജസ്റ്റ് നമ്മളത് കാണുന്നവരെ ജസ്റ്റ് ഇങ്ങനെ അത് ആയിക്കൊണ്ടേയിരിക്കും. എവിടെ സ്ഥലം? എവിടെ? അബുദാബിയില്. നമ്മുടെ അടുത്തൊക്കെ വന്നിരുന്നു. ഇങ്ങനെ അതിങ്ങനെ പുറത്തേക്ക് പൊട്ടിത്തെറിച്ച് വീഴുമ്പോഴാണ് കൂടുതലും അപകടങ്ങൾ പറ്റുന്നത്. ശരി ശരി. ഇപ്പൊ പിന്നെ നല്ല മഴയായതുകൊണ്ട് വെള്ളം വീഴുന്നോണ്ട് തടഞ്ഞു പൊക്കോളുമായിരിക്കും. നല്ലോണം മഴ പെയ്താ മതി മിസ്. അതെ, ഇവിടെ വേണമെന്ന് മഴയൊക്കെ നമുക്ക് അങ്ങോട്ട് പറഞ്ഞു വിടാം. പക്ഷെ അവര് അങ്ങനെ വിടുന്നുണ്ട്, എപ്പോഴും വിടുന്നുണ്ട്, മിസൈല് വരുന്നുണ്ട്. ഓൺലൈൻ ആണോ എല്ലാ കാര്യങ്ങളും ഇപ്പോ? അല്ല, ആദ്യമേ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഹസ്ബൻഡ് ഓഫീസിൽ പോകുന്നുണ്ട്, ഓൺലൈനായിട്ട് ചെയ്യുന്നില്ല, ഡയറക്റ്റ് പോകും. പിന്നെ സ്കൂളുകളൊക്കെ ഓൺലൈനായി. അതുകൊണ്ട് കുഞ്ഞിനെ സ്കൂളിലും പ്രീ സ്കൂളിൽ വിടാനുള്ള പ്ലാനിങ് കൂടെ ആയിട്ടാണ് വന്നത്. ഇനിയിപ്പോ ഓൺലൈൻ ആയതുകൊണ്ട് കൊറോണ ടൈമിൽ നമുക്കുള്ള പോലെ ഓൺലൈൻ തുടങ്ങി. എന്താ മിസ്? കുട്ടിക്ക് ഓൺലൈൻ ക്ലാസ് തുടങ്ങിയോ? ആദ്യമായിട്ട് ചേർക്കാൻ ഇല്ല, ആദ്യമായിട്ട് ചേർക്കാനുള്ള പ്ലാനിങ് ആയിട്ടാ വന്നത്. ഇനിയിപ്പോ ഓൺലൈൻ ആയതുകൊണ്ട് അതൊന്ന് ആയിട്ട് ഓക്കെ ആക്കാന്നുള്ള രീതിയിൽ ഇരിക്കുക. കറക്റ്റ് 3 വയസ്സായി ഇപ്പോ. ഓ ശരി ശരി. അങ്ങനെ ഇരിക്കുകയാണ്. എപ്പോഴാ എന്താന്ന് അറിയില്ല. എല്ലാം പാക്ക് ചെയ്തൊരു ബാഗിൽ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഓ ശരി. ഫുഡ് പ്രിപ്പറേഷൻ ഒക്കെ ആയോ മിസ് ഇന്ന് രാത്രി ഡിന്നറിന്? കുഴപ്പമൊന്നുമില്ല. എനിക്ക് ആക്ച്വലി നല്ല സുഖമില്ലാതെ ഇരിക്കുവാണ്. അത് കാരണം ഞാൻ ഈ സമയത്ത് കിടക്കുകയൊക്കെ ആയിരുന്നു. പോണ്ട കാര്യമായിരുന്ന നിങ്ങൾക്ക് ഞാൻ രാത്രിയിലേക്ക് ക്ലാസ് വെച്ചത്. രാത്രിയിൽ പക്ഷെ എനിക്ക് തോന്നുന്നു പകല് കയറുന്ന അത്രയും പേര് പോലും രാത്രി കയറാറില്ല. ഒരു ഡൗട്ട്. പകുതി പേരും മറന്നു. എന്തോ
കുറവാണ് ആളുകള്. നോക്കിയപ്പോ ഭയങ്കര കുറവായിരുന്നു. എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് എക്സാമോ അങ്ങനെയൊക്കെ ആയിരിക്കാം അല്ലേ? അത് ശരിയാണ് മിസ്. എക്സാം ആണ്. അയ്യോ ഇവിടെ ഒരാളുടെ കഴിഞ്ഞു, ഇളയതിന്റെ കഴിഞ്ഞു. അവൾക്ക് സ്വാതന്ത്ര്യം കൊടുത്താൽ എന്തൊക്കെയാ ചെയ്യണമെന്ന് ഒന്നും പറയാൻ പറ്റുന്നില്ല മിസ്. യൂണിഫോമിലൊക്കെ മഷിയാക്കിട്ടൊക്കെ ഇരിക്കും. ശരി. ഒന്നും പറയുന്നില്ല. എനിക്ക് ചിരി വന്നിട്ടേ അല്ല മിണ്ടാതിരിക്കും മിസ്. മോള് കാണിക്കുന്ന സമയത്ത് വിചാരിക്കുന്നുണ്ടാവേ എന്തായാലും വെക്കേഷൻ അല്ലേ, അമ്മയ്ക്കൊരു പണി ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നുണ്ടാവും. അയ്യോ വെക്കേഷന് മുമ്പേ ഉണ്ട് മിസ് ഇതേ പരിപാടി. മിണ്ടാതിരിക്കും. അപ്പൊ പാവം തോന്നും എനിക്ക്. പക്ഷെ പോയി നോക്കുമ്പോ അവിടെ എന്തെങ്കിലും ഒരു കുറുമ്പ് കാണിച്ചിട്ട് ചിലപ്പോ എന്തെങ്കിലും ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചോണ്ടൊക്കെ പോവും. കണ്ടുപിടിക്കും അത് ഞാൻ എന്താണ്, കാരണം എന്തെങ്കിലും ഒന്നും ഉണ്ടാവും ഉറപ്പ പണിയായിരിക്കും. അങ്ങനെ ജയശ്രീക്ക് വീട്ടിൽ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതെ മിസ്. അയ്യോ നല്ല എക്സ്പീരിയൻസ്. താങ്ക് യു സോ മച്ച് മിസ്. ടേക്ക് കെയർ. ഓക്കെ ദെൻ ബൈ. ഗുഡ് നൈറ്റ്. താങ്ക് യു Thank you, ma'am. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു. Thank you, ma'am. ഹോസ്പി കയറിയിട്ടുണ്ടോ? ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഇവിടെ വരെയായി. ആ ക്രാഫ്റ്റ് ഒക്കെ ഞാൻ ഇന്റേൺഷിപ്പിന് പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എന്റേത് മൊത്തം കഴിഞ്ഞില്ല മിസ്സേ. ചെയ്തോണ്ടിരിക്കുക അല്ല നമ്മുടെ വർക്കല്ല ഉദ്ദേശിച്ച. റോസ്മി ക്രിയേറ്റീവ് ആയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുമല്ലോ, അതൊക്കെ എന്തായിന്നാ ചോദിച്ചത്. അത് ഞാനിപ്പോ റെക്കോർഡാണ് ഇപ്പൊ ചെയ്തത്. ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഇപ്പൊ റെക്കോർഡാണ് ചെയ്തോണ്ടിരിക്കുന്നത്. ഞാനെല്ലാം വരച്ചിട്ടാ ചെയ്യുന്നത്, ഒട്ടിക്കാതെ ഒക്കെ വരച്ചാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് കുറച്ച് സമയം എടുത്ത്. ക്ലാസ്സസ് എടുക്കാൻ പോകുന്നുണ്ടോ ഇപ്പോഴും? ഇപ്പൊ പോണില്ല, പോയായിരുന്നു. ഇപ്പൊ പോണില്ല. പിള്ളേർക്ക് എക്സാം ആയി കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ മിസ്, താങ്ക് യു. ഓക്കെ മിസ് ബൈ.